ഇഷ്യൂ ആണെന്ന് തോന്നുന്നുണ്ട്. പ്രയർ സ്റ്റാർട്ട് ചെയ്തോട്ടോ. ഓക്കെ. പ്രേയർ സ്റ്റാർട്ട് ചെയ്യാൻ പറഞ്ഞല്ലോ. ആരുമില്ലേ? അതാ ഞാൻ ചെല്ലാം. അശ്വതി അവിടെ പോയി? അശ്വതിയാണല്ലോ പറഞ്ഞത്. ആണോ? ആരുമില്ലെങ്കിൽ ഞാൻ ചെല്ലാം. ഓക്കെ, 1 മിനിറ്റ്. ഗുഡ് ആഫ്റ്റർനൂൺ ഓൾ. ഞാൻ പ്രേയറൊക്കെ കഴിഞ്ഞു. ഞാൻ പ്രാക്ടിക്കൽ ഏരിയ ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ആദ്യം ഞാൻ ബീറ്റ്സ് പിരമിഡ് നിങ്ങള് ആ പ്രാക്ടീസ് റെക്കോർഡ് കംപ്ലീറ്റ് ആയില്ല അവരുടെ? ഇല്ല മിസ്സേ, കഴിഞ്ഞിട്ടില്ല. കംപ്ലീറ്റ് ആക്കണം കേട്ടോ. അത് അധികം മിസ് ക്ലാസ്സിൽ ഷെയർ ചെയ്തില്ലേ? അത് ക്ലാസ് റൂമിൽ ഷെയർ ചെയ്തില്ലേ പ്രാക്ടീസ് റെക്കോർഡ്? ഓക്കെ, അതൊന്ന് കംപ്ലീറ്റ് ആക്കാം. ഫിഫ്ത്ത് ആയിട്ടില്ല അല്ലേ? ഓക്കെ, നമ്മള് മാത്സിലെ കുറച്ച് മെറ്റീരിയൽസ് ആണ് ഞാൻ മാത്തമാറ്റിക്കൽ ഏരിയയിൽ വരുന്ന കുറച്ച് മെറ്റീരിയൽസ് ആണ് ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. മാത്തമാറ്റിക്കൽ ഏരിയയിൽ വരുന്ന കുറച്ച് മെറ്റീരിയൽസ് ആണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ആദ്യം വരുന്നത് ബീറ്റ്സ് പിരമിഡ്. ഓക്കെ, എന്നാൽ ഫസ്റ്റ് ഞാൻ കാണിക്കാൻ പോകുന്നത് ബീറ്റ്സ് പിരമിഡ് ആണ്. ബീറ്റ്സ് നിങ്ങൾ ചെയ്തിട്ടുണ്ടോ? ബീറ്റ്സ് വെച്ചിട്ട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു? ബീറ്റ്സ് വെച്ചിട്ട് ബീറ്റ്സ് പ്രിപ്പയർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. മിസ്സേ, ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ? പ്രയർ കഴിഞ്ഞായിരുന്നോ? ഞാനായിരുന്നു പ്രയറേ. എന്റേത് അന്നേരത്തേന് പെട്ടെന്ന് കട്ടായി പോയി. കഴിഞ്ഞിട്ടില്ല. സ്റ്റാർട്ട് ചെയ്തോ കേട്ടോ. പ്രയർ ചൊല്ലിക്കോട്ടെ? പറഞ്ഞോ. ഈശ്വര കൈകൂപ്പി നിൽപ്പു ഞാൻ നിൻ മുന്നിൽ, ഈറനണിഞ്ഞ മിഴികളോടെ കാരുണ്യമെന്നിൽ ചൊരിയണേ ഭൂവിന് കാരണനായുള്ള തമ്പുരാനെ. അച്ഛനും അമ്മയും എന്തു പറഞ്ഞാലും അക്ഷരം തെറ്റാതനുസരിച്ചും ഉള്ളിൽ വെളിച്ചം പകരം ഗുരുവിനെ ഉന്മയിൽ സ്നേഹിച്ചും ആദരിച്ചും കൂടെ പഠിക്കുന്ന കുട്ടികളെ തന്റെ കൂടെ പിറപ്പുകളായി നിനച്ചും മാതൃഭൂമിക്കായി ജീവൻ വെടിഞ്ഞോരെ മാതൃകയായിട്ടു സ്വീകരിച്ചും ഈശ്വര കൈകൂപ്പി നിൽപ്പു ഞാൻ നിൻ മുന്നിൽ, ഈറനണിഞ്ഞ മിഴികളോടെ കാരുണ്യമെന്നിൽ ചൊരിയണേ ഭൂവിനു കാരണനായുള്ള തമ്പുരാനെ. താങ്ക് യു മിസ്. അപ്പൊ നമ്മള് പറഞ്ഞത് ബീറ്റ്സ് പിരമിഡിനെ കുറിച്ചിട്ടാണ്. നിങ്ങളോട് ടീച്ചർ ബീറ്റ്സ് പ്രിപ്പയർ ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുണ്ടാവും. നിങ്ങൾ കാണുന്നത് ബീറ്റ്സ് കാണുന്നുണ്ടോ? സ്ട്രിങ് പോലെ വന്നിട്ട് ഇങ്ങനെ ഇത് ഇതിന്റെ രണ്ട് സൈഡും ഞാൻ പിൻ ചെയ്തിട്ടുണ്ട്.
നിങ്ങൾ കാണുന്നുണ്ടല്ലോ? കേട്ടോ? ഓക്കെ, കുഴപ്പമില്ല. ഇന്ന് ഞാൻ പ്രാക്ടിക്കൽ സെഷൻ സ്റ്റാർട്ട് ചെയ്യാണ്. ടൈം ഒത്തിരി ലേറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോ നിങ്ങൾ കാണുന്നത് ബീറ്റ്സ് ആണ് കേട്ടോ. ഓക്കെ, ഇതിപ്പോ നമ്മൾ കൗണ്ട് ചെയ്യുകയാണെങ്കിൽ 1 2 3 4 5 6 8 1 2 3 4 5 6 7 8 9. നമുക്ക് കറക്റ്റ് ആയിട്ട് അത് കൗണ്ട് ചെയ്യാനായിട്ട് പറ്റും. ഈ ബീറ്റ്സ് യൂസ് ചെയ്ത് നമുക്ക് കൗണ്ടിങ് കുട്ടികളിൽ എളുപ്പം പഠിപ്പിക്കാനായിട്ട് പറ്റും. കുറച്ച് വലിയ ബീഡ്സ് തന്നെ വേണമെന്നുണ്ടോ മിസ്സേ? എന്താണ് അല്ല, ഇത്രയും വലിപ്പമുള്ള ബീഡ്സ് വേണമെന്നുണ്ടോ ചോദിക്കാം. വലിപ്പമുള്ള ബീറ്റ്സ് ആണെങ്കിലായിരിക്കും നല്ലത്. ചെറുതാണെങ്കിൽ അത്ര, വലുതാണെങ്കിൽ പിന്നെ അതേപോലെ ഈ സ്ട്രിങ് ഇവിടെ ഭയങ്കര ടൈറ്റ് ആയിട്ട് ഇരിക്കുന്നേ. നീക്കാനുള്ള ഗ്യാപ്പ് ഇല്ല. നീക്കാൻ ഗ്യാപ്പ് ഉള്ളതാണെങ്കിൽ നല്ലതായിരിക്കും കേട്ടോ. ഈ സ്ട്രിങ് അല്ലേ, ഇത് ഒരുപാട് കട്ടിയുള്ളതാണോ അതോ നൈസ് ആയിട്ടുള്ളതാണോ? ഇല്ല, തിന്നായിട്ടുള്ള അത്യാവശ്യം കനമുണ്ട് കേട്ടോ. അതിന് അത്യാവശ്യം ഇതുണ്ട്, കനമുണ്ട് കേട്ടോ. ഓക്കെ, നിങ്ങൾ ഇപ്പൊ കാണുന്നത് ബീച്ച് പിരമിഡ് ആണ്. ഓക്കെ, ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നുണ്ടോ? ബീച്ച് പിരമിഡ് ആണ് നിങ്ങൾ കാണുന്നത്. ഇപ്പൊ നിങ്ങളോട് ചെയ്യാൻ പറഞ്ഞിട്ടുള്ള ആക്ടിവിറ്റി മിക്കവാറും അല്ലെങ്കിൽ ബീച്ച് പിരമിഡ് ആയിരിക്കും, അല്ലെങ്കിൽ ബീച്ച് സ്റ്റെയർ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് ജിഷ് ടീച്ചർ. ബീഡ്സ് പിരമിഡ് അല്ല, ഒരു ബീഡ്സിന്റെ 10 2 10 അങ്ങനെ സെറ്റാണ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പൊ അങ്ങനെ സെറ്റ് ഇതാണ് കാണുന്നതാണ് കേട്ടോ. നിങ്ങൾ കാണുന്നതാണ് ഈ സെറ്റ് എന്ന് പറയുന്നത്. അപ്പോ ഞാനിപ്പോ എടുത്തിരിക്കുന്ന 90 ആണ്. 10 സെറ്റ് ഇതിലുണ്ട്. അപ്പൊ നമ്മളത് 9 10 സെറ്റ്, ദെൻ 10ന്റെ 10 സെറ്റ്, അതേപോലെ 6ന്റെ 10 സെറ്റ്, എല്ലാ നമ്പേഴ്സിന്റെയും 10 സെറ്റ്സ് നമുക്കുണ്ട്. അപ്പൊ അത് വേറൊരു ആക്ടിവിറ്റിക്ക് വേണ്ടിയിട്ടാണ്, വേറൊരു മെറ്റീരിയൽ കാണിക്കാൻ. ഈ പിരമിഡലിൽ വെച്ചിട്ടില്ലേ മിസ്സേ, ഇത് നമുക്ക് എടുക്കാൻ എങ്ങനെ ഒന്ന് നിർത്തി കാണിച്ചു തരുമോ? അതിൽ നിർത്തി കാണിക്കാൻ പറ്റുമോ? അതിൽ ജസ്റ്റ് വെച്ചിരിക്കുകയാണോ? ഫിക്സ് ചെയ്യാൻ പറ്റുന്നതാണോ? മിസ്സേ, ഇത് കാർബൺ ആണോ മരമാണോ? ഇത് വുഡാണ്. നിങ്ങൾ കാണുന്നത് അതൊരു ഗ്യാപ്പിനുള്ളിലേക്ക് ജസ്റ്റ് വെച്ചിരിക്കുകയാണ് അല്ലേ? കറക്റ്റ് ആയിട്ടുള്ള ഗ്യാപ്പാണ്. അപ്പൊ അത് കറക്റ്റ് ആയിട്ട് നമ്മൾ വെച്ചാൽ മാത്രമേ അത് ഇരിക്കുള്ളൂ. ജസ്റ്റ് ഒന്നും കൂടി എടുത്ത് വെക്കാം കേട്ടോ. നമുക്കത് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ശരിക്കും വുഡന്റെ ഒരു സ്റ്റെയർ പോലെ, ഒരു പിരമിഡ് പോലെ ടോപ്പ് നിങ്ങൾ കാണുന്നുണ്ടല്ലോ, പിരമിഡ് പോലെയാണ്. ട്രയാങ്കിൾ ഷേപ്പ് ആണ്, ട്രയാങ്കിൾ ആണ്. ഇത് നമ്മളിങ്ങനെ ഫിക്സ് ചെയ്യാണ്. 1 എന്ന് പറയുമ്പോൾ 1. ഇപ്പൊ 1ന്റെ സ്ഥാനത്ത് നമുക്ക് 2 ഹോൾഡ് ചെയ്യുമ്പോ കറക്റ്റ് ആയിട്ട് വീഴില്ല. അത് മേ ബി ഇങ്ങനെ വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് കറക്റ്റ് ആയിട്ട് ഇത് കറക്റ്റ് അവിടെ ഹോൾഡ് ചെയ്ത് നിന്നോളൂ. 1 1 2. കുട്ടികളെ കൗണ്ടിങ് പഠിപ്പിക്കാനായിട്ട് ബീഡ്സ് കുട്ടികളെ കളർഫുൾ ആണ് ഒന്നാമത്. 1 2 3. അപ്പൊ അത് ഇഷ്ടമായിരിക്കും കുട്ടികൾക്ക്. ഓരോ ബീഡ്സ് എടുത്ത് ഇങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് കുട്ടികൾ ഭയങ്കരമായിട്ട് ഇഷ്ടമായിരിക്കും. 1 2 3 4 5. Then 6 എന്ന് പറയുമ്പോൾ 1 2 3 4 5 6 7 1 2 3 4 5 6 7. അപ്പൊ കൗണ്ടിങ് കുട്ടികളാവുമ്പോൾ ഇങ്ങനെ പതുക്കെ സ്ലോ ആയിട്ട്, ഞാനിപ്പോ നമ്മൾ വലുതല്ല, അപ്പൊ അതുകൊണ്ട് ഞാൻ സ്പീഡിൽ ചെയ്യുന്നത്. കുട്ടികളാവുമ്പോൾ കുറച്ച് ടൈമൊക്കെ എടുക്കും. നമ്മളത് ടൈം കാര്യങ്ങളൊക്കെ കൊടുക്കണം. കാരണം നമുക്കറിയാം കൗണ്ട് ചെയ്യാനായിട്ട് നമുക്ക് എളുപ്പമാണ്. പക്ഷെ കുട്ടികൾ അങ്ങനെയല്ല, സ്ലോലി ആയിരിക്കും ചെയ്യുന്നത്. ചിലപ്പോൾ അവർ ചെയ്യുമ്പോൾ മേ ബി തെറ്റിപ്പോവും. ഇവിടെ ഇത് വെക്കും, അപ്പൊ തെറ്റിപ്പോയി ആ കുട്ടി അത് എടുത്ത് ഇവിടെ മേ ബി അതിനകത്ത് വെച്ച് ഓരോന്നനുസരിച്ചായിരിക്കും അത് എന്ത് ചെയ്യുന്നത്, സ്റ്റെയർ ഫിൽ ചെയ്യുന്നത്. നമ്മൾ നല്ല പേഷ്യൻസോട് കൂടി നിൽക്കണം, എന്നാലാണ് കറക്റ്റ് ആയിട്ട്. നമുക്കിപ്പോ ലാസ്റ്റ് ബീറ്റ്സ് വരുന്നത് കണ്ണാണ്. ഇതൊരു ട്രാൻസ്പാരന്റ് കളറാണ്. അപ്പൊ അതുകൊണ്ട് അത്ര ക്ലിയർ ആണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പൊ അത് നമ്മളെടുത്ത് അഡ്വാൻറ്റേജ് വന്നിട്ട് അസെൻഡിങ് ഓർഡറിലാക്കാൻ ഡിസെൻഡിങ് ഓർഡർ നമുക്ക് പഠിക്കാൻ പറ്റും. പിന്നെ കൗണ്ടിങ് പഠിക്കാൻ പറ്റും. പിന്നെ അല്ലാണ്ട് എന്താ മിസ്സേ അഡ്വാൻറ്റേജ്? കൺട്രോൾ ഓഫ് എറർ മെത്തേഡ് നമുക്ക് കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റും. കാരണം മേ ബി ഞാൻ ഇവിടെ വെക്കുകയാണെങ്കിൽ അത് തെറ്റാണ്. ഓക്കെ, അത് അവിടെ അല്ല. കൺട്രോൾ ഓഫ് എറർ നമ്മൾ പഠിക്കുന്നുണ്ട്. റിപ്പീറ്റേഷൻ ത്രൂ എൻജോയ്മെന്റ്, ഞാനത് വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. അസെൻഡിങ് ഓർഡർ ഡിസെൻഡിങ് ഓർഡർ പറഞ്ഞ് ക്രിയേറ്റീവ് സ്കില്ല്, കോൺഫിഡൻസ് ഇൻ ബിൽഡിംഗ്, പിരമിഡ് ആണല്ലോ ബിൽഡ് ചെയ്യുന്നത്. അപ്പോൾ ക്രിയേറ്റീവ് സ്കില്ലും കോൺഫിഡൻസും അവിടെ ഇംപ്രൂവ് ചെയ്യുന്നുണ്ട്. കോൺസെൻട്രേഷൻ കൂടി ഈ ഒരു ആക്ടിവിറ്റി വീണ്ടും വീണ്ടും ചെയ്യുന്നതിലൂടെ കോൺസെൻട്രേഷനും ഒബ്സർവേഷൻ സ്കില്ലും ഇംപ്രൂവ് ആവുന്നു. ബിഗ് ആൻഡ് സ്മോൾ
small. Okay, small. And this is big. ഓക്കെ, അപ്പൊ ബിഗും സ്മോളും തമ്മിലുള്ള ഡിഫറൻസ് കുട്ടികൾ ലേൺ ചെയ്യുന്നു. അതേപോലെ ഐഡിയ ഓഫ് ഫൗണ്ടേഷൻ ആൻഡ് വിഷ്വൽ പ്രിസിഷൻ, ഐഡിയ ഓഫ് സ്ട്രെങ്ത്, സെൻസേറിയൽ സെൻസ്. എന്നുവെച്ചാൽ നമുക്ക് സെൻസ് ചെയ്യാൻ പറ്റുന്നത്, കാണാൻ പറ്റുന്നത്, കളർഫുൾ അല്ലേ ഇത്? എല്ലാ ബീഡ്സും കളർഫുൾ അല്ലേ? ഇതിൽ നിന്ന് നമുക്ക് കളറും പഠിപ്പിച്ചൂടെ, സെൻസ് ചെയ്യിച്ചൂടെ? ഓക്കെ, ടച്ച് ചെയ്യിക്കാം. മേ ബി ഇതിങ്ങനെ ടച്ച് ചെയ്ത് നോക്കിയിട്ട് ഓക്കെ ഇത് നമ്മളെ കറക്റ്റ് ആയിട്ട് ബീഡ്സ് ഇടുന്നു. അപ്പൊ നമുക്ക് ഒരുപാട് ബെനിഫിറ്റ്സ് നമുക്ക് ഈ ഒരു ബീഡ്സ് ലോങ് ആൻഡ് ഷോർട്ടും പഠിക്കാൻ പറ്റൂലേ? ലോങ് ആൻഡ് ഷോർട്ട് പഠിക്കാൻ പറ്റും, ബിഗ് ആൻഡ് സ്മോൾ പഠിക്കാൻ പറ്റും. ഒരുപാട് ഫീച്ചേഴ്സ് എന്തിനുണ്ട്, ബീഡ്സ് പിരമിഡിനുണ്ട്. ഓക്കെ, ഇത് നിങ്ങൾക്ക് നോട്ടില് എന്തിലുണ്ടാവും, റെക്കോർഡിലുണ്ട്. റെക്കോർഡ് എഴുതുമ്പോ നോട്ട് കറക്റ്റ് ആയിട്ട് പഠിച്ച് എഴുതി പോവാം. ഓക്കെ, ഈ ഫീച്ചേഴ്സ് ഉണ്ടല്ലോ, അല്ലെങ്കിൽ ഫങ്ഷൻസ്, ഫീച്ചേഴ്സും സ്പെഷ്യാലിറ്റീസും അപ്പൊ തന്നെ പഠിച്ചു പോകാം. ഇറ്റ് ലുക്ക് ലൈക്ക് എ പിരമിഡ് ഇൻ ഷേപ്പ്. ഇത് ഒരു പിരമിഡിനെ പോലെയല്ലേ കാണാനായിട്ട്? അതെ. വിത്ത് ഡിഫറെന്റ് കളേഴ്സ് ഓഫ് ബീഡ്സ് വേരീസ്. ദിസ് പിരമിഡ് ഈസ് കൺസൾട്ടിങ് ദ നമ്പർ ഓഫ് ബീഡ്സ് ഇൻ ഈച്ച് വേരീസ് ഡിഫറെന്റ് ഫ്രം 1 to 10. അപ്പൊ ഇത് നമുക്കിത് നല്ല കളർഫുൾ ആണ്. അതേപോലെ നമ്പേഴ്സ് ഓഫ് ബീഡ്സ് കുറഞ്ഞാണ്, മേലേക്ക് വരുന്നതോറും കുറഞ്ഞു വരുന്നു. നമുക്ക് ആ ഒരു ഐഡിയ നമുക്ക് കിട്ടാണ്. 1 മുതൽ 10 വരെയുള്ള ബീഡ്സ് ആണ് നിങ്ങൾ കാണുന്നത്, അല്ലെ? 1 മുതൽ 10 വരെയുള്ള ബീഡ്സ് ആണ് നിങ്ങൾ എന്ത് ചെയ്യുന്നത്, കാണുന്നത്. ഇത്രയും കാര്യങ്ങൾ നമുക്ക് ബീഡ്സ് പിരമിഡിൽ നിന്ന് കിട്ടും. ഓക്കെ, ദെൻ ഞാൻ ഒരു ബീഡ്സ് സ്റ്റെയർ നിങ്ങൾക്ക് ഉണ്ട്. ബീഡ്സ് സ്റ്റെയർ, ഇത് നമുക്ക് ബീഡ്സ് സ്റ്റെയർ നമുക്ക് ഈ ഒരു മെറ്റീരിയൽ യൂസ് ചെയ്ത് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ബീഡ്സ് സ്റ്റെയർ ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. സ്റ്റെയർ പോലെ നമ്മള് അതൊരു പിരമിഡ്, ഇത് വുഡൻ പീസ് ഇല്ലെങ്കിൽ അതെന്തായി, സ്റ്റെയർ ആയിട്ട് മാറി. ഓക്കെ, അത്രേ ഉള്ളൂ, സിമ്പിൾ ആണ്. നമുക്കൊന്ന് ബീഡ്സ് സ്റ്റെയർ ഒന്ന് ചെയ്ത് നോക്കാം കേട്ടോ. 1 മിനിറ്റ്. നിങ്ങളിപ്പോ ഈ കാണുന്ന ഇമേജ് കാണുന്നുണ്ടോ സ്റ്റെയർ? നമുക്ക് ചെയ്യാലോ. ഇനി പിരമിഡ് ഒന്ന് മാറ്റട്ടെ കേട്ടോ. ഞാൻ തിരിച്ചാണ് വെക്കുന്നത്. കറക്റ്റ് ആയിട്ട് മാറ്റിലാണ് ഇത് ചെയ്യേണ്ടത്. പക്ഷെ നമ്മള് ആ ഒരു ഫെസിലിറ്റി നമുക്ക് ഈ ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ ചെയ്യാനായിട്ട് പറ്റാത്തത് കൊണ്ട് മാത്രമാണ് മാറ്റ് യൂസ് ചെയ്യാത്തത്. അല്ലെങ്കിൽ നമ്മള് എന്തായാലും മാറ്റിൽ തന്നെയാണ് ഓരോ ആക്ടിവിറ്റീസും കുട്ടികളെ ട്രെയിൻ ചെയ്യിക്കുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത്. പിരമിഡ് ഒന്ന് സെറ്റ് ചെയ്യണേ, മേ ബി ആവുന്ന രീതിയിൽ നമ്മളത് കറക്റ്റ് ആയിട്ട് ഹോൾഡ് ചെയ്ത് ഇതൊരു ബീഡ്സ് സ്റ്റെയർ ആണ്. നിങ്ങൾക്ക് ഇത് ഓരോ മെറ്റീരിയൽസും ഇപ്പൊ നിങ്ങൾ കാണുന്ന ഭൂരിഭാഗം മെറ്റീരിയൽസ് നിങ്ങൾക്ക് ഓൺ ആയിട്ട് ചെയ്യാനായിട്ട് പറ്റും. സ്വന്തമായിട്ട് വീട്ടിൽ ചെയ്യുന്നതാണ്. ഈ സ്റ്റെയർ ഒക്കെ നമുക്ക് സ്വന്തമായിട്ട് ബിൽഡ് ചെയ്യിപ്പിക്കാമല്ലോ കുട്ടികളെ കൊണ്ടൊക്കെ. നമ്മളെ ബീഡ്സിന്റെ മെറ്റീരിയൽസ് ഉണ്ടെങ്കിൽ ഇപ്പൊ നിങ്ങൾ കാണുന്നത് എന്താണ്, ബീഡ് സ്റ്റെയർ ആണ്. അപ്പൊ ക്ലിയർ ആണോ എന്നൊന്നും. ഓക്കെ, ഇമേജ് ഇട്ടിട്ടുണ്ട് ഞാൻ. അത് നമ്മുടെ ക്യാമറ ഫുൾ ആയിട്ട് കാണാൻ പറ്റുന്ന രീതിയിൽ ഇത് എന്താണ്, ബീഡ് സ്റ്റെയർ ആണ് കേട്ടോ. ഓക്കെ, ഇനി ബീഡ് സ്റ്റെയറിന്റെ കാര്യം പറയുകയാണെങ്കിൽ ദ ബീഡ് സ്റ്റെയർ കൺസിസ്റ്റ് ഓഫ് 9 segments ഓഫ് വയർ. ഓക്കെ, 1 മീറ്റർ 10 എടുത്ത് വെച്ചിട്ടുണ്ട്, സോറി 9 ഉള്ളൂ. ബോട്ടം 1 on the top. Every varies on the beads has different colors. നമുക്ക് ഡിഫറെന്റ് കളേഴ്സ് അല്ലേ? ഓക്കെ, എല്ലാം ഡിഫറെന്റ് കളേഴ്സ് ആണ് അല്ലെ? ക്ലിയർ ആണോ നിങ്ങൾക്ക്? ഓക്കെ, എനിക്കിതിൽ എന്തൊരു ക്ലാരിറ്റിയുടെ കുറവ് തോന്നുന്നുണ്ട്. ഓക്കെ, അപ്പോ വെരി അട്രാക്റ്റീവ് ആണ് അല്ലെ? ഈ കാണുന്ന കളേഴ്സ് ഭയങ്കര അട്രാക്റ്റീവ് ആണ്, യൂസേഴ്സ് ഫ്രണ്ട്ലി ആണ്. ദെൻ ലേണിംഗ് ആൻഡ് കൗണ്ടിങ് കുട്ടികൾക്ക് ഹെൽപ്പ് ചെയ്യും. ദെൻ ഫൈൻ മോട്ടോർ സ്കിൽസ്, ഇത് ഹോൾഡ് ചെയ്യണ എങ്ങനെയാണ്, ഇങ്ങനെ ഹോൾഡ് ചെയ്യണേ. കുട്ടികളിൽ ഫൈൻ മോട്ടോർ സ്കിൽസ് ഇംപ്രൂവ് ചെയ്യാനായിട്ട് കുട്ടികളത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതേപോലെ ഇങ്ങനെ
1, 2, 3, 4, 5 ടച്ച് ചെയ്താണ് അവർ പഠിക്കുന്നത്. അതുകൊണ്ട് ഫൈൻ മോട്ടോർ സ്കിൽസ് ഒക്കെ അത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ദെൻ ഹാൻഡ്ലിങ് സ്മോൾ തിങ്സ്, കുട്ടികളിൽ സ്മോൾ തിങ്സ് എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യുന്നതെന്നുള്ള കാര്യങ്ങൾ നമ്മൾ ട്രെയിൻ ചെയ്യിക്കുകയാണ്. കോൺസെൻട്രേഷൻ ആൻഡ് ഒബ്സർവേഷൻ ഗെറ്റ് ഇംപ്രൂവ്ഡ്, കുട്ടികളുടെ കോൺസെൻട്രേഷനും ഒബ്സർവേഷനും കൂടും. റിപ്പീറ്റേഷൻ ത്രൂ എൻജോയ്മെന്റ്, അത് വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്യും. ഇപ്പോൾ ഞാനിപ്പോ ഒരു സ്റ്റെയറെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളൂ, മേ ബി ഒരു കുട്ടിയാണെങ്കിൽ 2-3 സ്റ്റെയറൊക്കെ ഒറ്റയടിക്ക് ക്രിയേറ്റ് ചെയ്യും. ഐഡിയ ഓഫ് അസെൻഡിങ് ആൻഡ് ഡിസെൻഡിങ് ഓർഡർ, അസെൻഡിങ് ഓർഡറും ഡിസെൻഡിങ് ഓർഡറും തമ്മിലുള്ള ഐഡിയ അവർക്ക് കിട്ടും. കൺട്രോൾ ഓഫ് എറർ, ഇങ്ങനെ നമ്മൾ ഈ ഒരു സ്ഥാനം മാറ്റിയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ മേ ബി ഇത് ഞാൻ ഇവിടെ ഫസ്റ്റ് വെച്ച് കഴിഞ്ഞാൽ അത് പിരമിഡ് ആവില്ല, അല്ലെ, പിരമിഡ് അല്ലെങ്കിൽ സ്റ്റെയർ പോലെ ആവില്ല. അപ്പൊ അവിടെ തെറ്റ് വന്നു. അപ്പൊ നമുക്കത് കൺട്രോൾ ചെയ്യാനായിട്ട് കുട്ടികളെ തന്നെ നമുക്കത് പഠിപ്പിക്കാനായിട്ട് പറ്റും. കൺട്രോൾ ഓഫ് എറർ മെത്തേഡും കൂടി നമുക്കിവിടെ ടീച്ച് ചെയ്യാനായിട്ട് പറ്റും കുട്ടികളെ. ഓക്കെ, അപ്പൊ ഞാൻ 2 കാര്യങ്ങൾ പഠിപ്പിച്ചു. എന്തൊക്കെയായിരുന്നു? ബീറ്റ്സ് സ്റ്റെയറും ബീറ്റ്സ് പിരമിഡും. ക്ലിയർ ആണോ ഈ 2 കാര്യങ്ങളും? ഈ ബീറ്റ്സ് വെച്ച് തന്നെ ഞാൻ വേറൊരു ആക്ടിവിറ്റിയും കൂടി ചെയ്യിക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഞാനിത് അറേഞ്ച് ചെയ്യുമ്പോഴാണ് ക്യാമറ ഓഫ് ചെയ്യുന്നത് കേട്ടോ. ഒന്നും വിചാരിക്കരുത്, ഞാനിത് അറേഞ്ച് ചെയ്യുമ്പോൾ കുറച്ച് മെറ്റീരിയൽസ് എടുത്ത് വെക്കാനുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ക്യാമറ ടൈമിൽ കുറച്ച് നേരം എന്ത് ചെയ്യുന്നത്, ഓഫ് ചെയ്ത് വെക്കുന്നത് കേട്ടോ. 6, 8, 9, 10, 11, 9, 10, 4, last 5. ഓക്കെ, നിങ്ങള് സാൻഡ് പേപ്പർ ന്യൂമറിക്കൽസ് പഠിച്ചിട്ടുണ്ടായിരുന്നോ? അത് നിങ്ങൾ സാൻഡ് പേപ്പർ ന്യൂമറിക്കൽസ് പഠിച്ചോന്നല്ല, ചെയ്തിട്ടുണ്ടായിരുന്നോ? നമ്പേഴ്സ് ചെയ്തോ സാൻഡ് പേപ്പറിൽ? ചെയ്തിട്ടുണ്ട് മിസ്. ഓക്കെ, അത് 0 to 9 നമ്പേഴ്സ് ആണ് അല്ലെ? അതെ. ഓക്കെ, അപ്പൊ 0 to 9 നമ്പേഴ്സ് നമ്മൾ എന്ത് ചെയ്തു? സാൻഡ് പേപ്പറിൽ നിങ്ങൾ ഓരോരുത്തരും ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കാണുന്നുണ്ടോന്ന് എനിക്ക് അറിഞ്ഞൂടാ, പക്ഷെ മാക്സിമം ഞാൻ അറേഞ്ച് ചെയ്തിരുന്നത് 1, 2, 3 എന്നാണ് പേപ്പറിൽ എഴുതിയിരിക്കുന്നത്. ശരിക്കും അത് കാർഡാണ്. കാർഡ് മെറ്റീരിയൽ ഇപ്പോൾ ഒരു ടീച്ചർ പ്രാക്ടിക്കലി കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. 87 പ്രാക്ടിക്കലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് എന്റെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള പേപ്പേഴ്സ് യൂസ് ചെയ്താണ് ഞാനിത് ചെയ്യുന്നത് കേട്ടോ. ഓക്കെ അല്ലേ? ക്ലിയർ ആണ്. ഓക്കെ, അപ്പോ നമ്മള് സാൻഡ് പേപ്പറിന്റെ ഫീച്ചേഴ്സ് ഒന്ന് ചുമ്മാ പറഞ്ഞു നോക്കാം. നമുക്ക് കുട്ടികളില് ടച്ച് സെൻസ് ചെയ്യാൻ പറ്റും. ബിഗർ ഡിജിറ്റും ക്യാൻ ബി മെയ്ഡ്. നമുക്ക് സാൻഡ് പേപ്പർ യൂസ് ചെയ്തിട്ട് 1ഉം 2ഉം യൂസ് ചെയ്ത് കഴിഞ്ഞാൽ 12 എന്ന് പറയുന്ന ഡിജിറ്റ് മെയ്ഡ് ചെയ്യാനായിട്ട് പറ്റും. അത് നമുക്ക് വലിയ ഡിജിറ്റുകൾ നമുക്ക് മെയ്ഡ് ചെയ്യാനായിട്ട് ഹെൽപ്ഫുൾ ആണ്. ദെൻ പിന്നെന്താണ്, ഗെറ്റ് എൻ ഐഡിയ ഓഫ് റഫ് ആൻഡ് സ്മൂത്ത്. റഫും സ്മൂത്തും തമ്മിലുള്ള ഐഡിയ നിങ്ങൾ ടച്ച് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും. സാൻഡ് പേപ്പർ കുറച്ച് റഫാണ്. അപ്പൊ റഫും സ്മൂത്തും തമ്മിലുള്ള ഒരു ഐഡിയ കുട്ടികളിൽ കിട്ടും. പിന്നെ കോൺസെൻട്രേഷൻ ആൻഡ് ഒബ്സർവേഷൻ, അത് ഒബ്സർവ് ചെയ്യുമ്പോൾ 1 എന്ന് എഴുതുമ്പോൾ 1 ആണ്, അത് 2 ആണ്, കുട്ടികൾ മനസ്സിലാക്കും. ഇറ്റ് ഈസ് ഡൺ ബൈ ബ്ലൈൻഡിങ് ഫോൾഡിങ്. ഇതൊക്കെ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുള്ളതാണോ? ഈ പോയിന്റ്സ് നമ്മൾ നോട്ട് ചെയ്ത് വെക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല, നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്കിലെ നമുക്ക് എക്സാമിനായിട്ട് ടെസ്റ്റ് ചെയ്യുന്ന എല്ലാ റിലേറ്റഡ് ആയിട്ട് അങ്ങനെ എക്സാം ഇല്ല നിങ്ങൾക്ക് ഈ പോർഷനിൽ. ഈ പ്രാക്ടിക്കൽ പോർഷനിൽ എക്സാം അല്ല, വൈവയാണ് വരുന്നത്. സോ വൈവ അറ്റൻഡ് ചെയ്യുമ്പോൾ ടീച്ചേഴ്സ് ചോദിക്കും എന്താണ് സാൻഡ് പേപ്പറിന്റെ കുറച്ച് ഫീച്ചേഴ്സ് പറയാൻ പറഞ്ഞാൽ നിങ്ങൾ അത് ഈ അപ്പാരറ്റിക്സ് റെക്കോർഡ് എഴുതാത്തതുകൊണ്ടാണ് നിങ്ങളത് ഡൗട്ട് അടിക്കുന്നത്. കാരണം അപ്പാരറ്റിക്സ് റെക്കോർഡിൽ അത് ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നുണ്ട്. എന്റെ കയ്യിലിരിക്കുന്നതും അപ്പാരറ്റിക്സ് റെക്കോർഡാണ് എന്റെ. അപ്പോ അതേ നോക്കിയാണ് ഞാൻ ഈ പറയുന്നത്. അല്ലേ? ഓക്കെ, 5ാമത്തെ റെക്കോർഡ് അപ്പാരറ്റിക്സ് റെക്കോർഡാണ് അല്ലേ?
5ാമത്തെ റെക്കോർഡാണ് അപ്പാരറ്റിക്സ് റെക്കോർഡ്. അപ്പൊ അതിൽ ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നുണ്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് പോയിന്റ് ചെയ്ത് പോകുന്നുള്ളൂ, ഒന്ന് മനസ്സിലാക്കാം. അത് നമുക്ക് ടീച്ചർ ഷെയർ ചെയ്ത് തന്നിട്ടില്ല. പക്ഷെ ഷെയർ ചെയ്ത് വരുമ്പോ അത് കോപ്പി ചെയ്ത് വെക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഷെയർ ചെയ്ത് തരും. അപ്പൊ നിങ്ങൾ കോപ്പി ചെയ്ത് വെക്കുമ്പോൾ ജസ്റ്റ് കോപ്പി ചെയ്ത് മാത്രമല്ല വെക്കേണ്ടത്, അതിൽ നിന്നാണ് നിങ്ങൾ വൈവയ്ക്ക് വേണ്ടിയിട്ട് പഠിക്കേണ്ടത്. ഓരോ മെറ്റീരിയൽസിനെ കുറിച്ചിട്ട് നമ്മൾ ഈ മോണ്ടിസോറിയിലേക്ക് വന്നപ്പോൾ ഡീറ്റെയിൽഡ് ആയിട്ട് കാര്യങ്ങൾ നമ്മൾ പഠിക്കുന്നത് ഈ ഒരു അപ്പാരറ്റിക്സ് റെക്കോർഡിന്റെ ബേസിലാണ്. ഏതൊരു അപ്പാരറ്റിക്സിനെയും ഡൗട്ട് ഉണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്യാൻ വേണ്ടി ഞാൻ പോയി റെഫർ ചെയ്യാറുണ്ട് കേട്ടോ. ഞാൻ അത് എപ്പോഴും അങ്ങനെ എന്തെങ്കിലും കൺഫ്യൂഷൻ വരാണെങ്കിൽ അപ്പൊ നോക്കുന്നത് അപ്പാരറ്റിക്സ് റെക്കോർഡ് ആയിരിക്കുള്ളൂ. അപ്പോ നമ്മളൊരു മെറ്റീരിയൽസ് പഠിക്കുകയാണെങ്കിൽ ഇപ്പൊ ഇതെന്താണ് ഞാൻ പറഞ്ഞത്, ആദ്യം പറഞ്ഞ സാൻഡ് പേപ്പർ ന്യൂമറിക്കൽസിന്റെ കാര്യമാണ് പറഞ്ഞത്. അസെൻഡിങ് ഓർഡർ ഡിസെൻഡിങ് ഓർഡർ പഠിപ്പിക്കാൻ പറ്റും. കൗണ്ടിങ് സ്കിൽ ഇംപ്രൂവ് ചെയ്യാൻ 1 2 3 അങ്ങനെ കൗണ്ട് ചെയ്യാനായിട്ട് കുട്ടികളെ സാൻഡ് പേപ്പർ യൂസ് ചെയ്ത് പഠിപ്പിക്കാൻ പറ്റും. 3ാമത്തെ മെറ്റീരിയൽ ആണ് നിങ്ങൾ ഈ കാണുന്ന സ്പിൻഡിൽ ബോക്സ്. ഓക്കെ, സ്പിൻഡിൽ ബോക്സ് വെച്ചാല് ശരിക്കും ഇതിൽ വുഡൻ പീസസ് ഒക്കെ വെച്ച് വുഡൻ ആയിട്ടുള്ള ഒരു നമ്പേഴ്സ് ഇല്ലേ, ഞാൻ കാണിച്ചു തരാവേ. ഇതിൽ നമ്മളിപ്പോ ചെയ്യാൻ പോകുന്നത് സ്പിൻഡിൽ ബോക്സില് ഇതാണ് ബീഡ്സ് വെച്ചിട്ടാണ് ചെയ്യുന്നത് കേട്ടോ. ഷെയർ ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ പറ്റും. ഒരു മിനിറ്റ്, ഞാനത് ബീഡ്സ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. ശരിക്കും ഇതാണ് സ്പിൻഡിൽ ബോക്സ്. ഇമേജ് എടുത്തതാ കേട്ടോ. കാണുന്നുണ്ടോ നിങ്ങൾ? ഓക്കെ, അപ്പൊ 0 എന്ന് പറയുമ്പോൾ നമ്മള് ഒന്നും ഇടുന്നില്ല. 1 എന്ന് പറയുമ്പോൾ ഒരു 1 ആ സ്പിൻഡിൽ അതിലേതാണ്. 2 എന്ന് പറയുമ്പോൾ 2. അപ്പൊ നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് ബീഡ്സ് വെച്ചിട്ടാണ്. ഇതേ ഒരു ആക്ടിവിറ്റി തന്നെ ബീഡ്സ് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമ്മള് 1 എന്ന് പറയുമ്പോൾ 1. ഓക്കെ, ഒരു മിനിറ്റ്, സ്മോൾ ആയിട്ടുള്ള തിങ്സ് ഹാൻഡിൽ ചെയ്യുമ്പോൾ കെയർഫുൾ ആയിരിക്കണം. കാരണം ഈ മെറ്റീരിയൽസ് ഇല്ലേ, മെറ്റീരിയൽസ് നമ്മള് ക്ലാസിഫിക്കേഷൻ വരുമ്പോൾ സേഫ് നല്ല രീതിയിൽ വേണം നിങ്ങൾ ഓരോരുത്തരും എന്തെങ്കിലും ഹാൻഡിൽ ചെയ്യാനായിട്ട്. നമുക്ക് എല്ലാവർക്കും ഇത് ചെയ്ത് നോക്കാൻ പറ്റും. ഇത് 1 ബീഡ്സ് ആണ് അല്ലെ, 1 ബീഡ്സ് അല്ലേ. അപ്പൊ നമ്മൾ കറക്റ്റ് ആയിട്ട് ഇത് 1 എന്നുള്ള ആ ഒരു പ്ലേസിൽ നമ്മൾ ഇടാണ്. ഓക്കെ ഓക്കെ, കാണാൻ പറ്റുന്നുണ്ടോന്ന് എനിക്ക് അറിഞ്ഞുകൂടാട്ടെ. ഞാൻ എന്നാലും മാക്സിമം നിങ്ങൾക്ക് ആ 1 എന്നുള്ള ബീഡ്സ് ഞാൻ ഇപ്പൊ 2 ആണ് കൗണ്ട് ചെയ്തെടുക്കണേ കേട്ടോ. ഹലോ, 2 എന്നുള്ള ബീഡ്സ് കൗണ്ട് ചെയ്ത് കൗണ്ട് ചെയ്തെടുക്കാണ്. ഓക്കെ, ദെൻ കൗണ്ട് ചെയ്ത് 2 എന്നുള്ള ബീഡ്സ് ഞാൻ കറക്റ്റ് ആയിട്ട് ആ ഒരു പ്ലേറ്റിൽ പുട്ട് ചെയ്യാം കേട്ടോ. 2 എന്നുള്ളത് കുട്ടികൾക്ക് ചെയ്യുമ്പോൾ ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. 1 2 3 അപ്പൊ ഒരു പ്രാവശ്യം കൗണ്ട് ചെയ്തു, വീണ്ടും ഒരു അടുത്ത ബീഡ്സ് എടുക്കാണ്. 1 2 3 വീണ്ടും ആ ഒരു സ്ഥലത്ത് പുട്ട് ചെയ്തു. 1 2 3 അങ്ങനെ കൗണ്ട് ചെയ്ത് കുട്ടികൾ കൗണ്ടിങ് പഠിക്കണം. 1 2 3 അപ്പൊ നമ്മൾ റിപ്പീറ്റ് ചെയ്യലാണ്. ഒരു ആക്ടിവിറ്റി വീണ്ടും വീണ്ടും പഠിപ്പിക്കുന്നതിലൂടെ കുട്ടികളിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എനിക്ക് സ്കില്ല്, കൗണ്ടിങ് സ്കില്ല് വീണ്ടും വീണ്ടും ചെയ്യുമ്പോൾ കോൺസെൻട്രേഷൻ ഇംപ്രൂവ് ചെയ്യാൻ പറ്റും. റിപ്പീറ്റ് ചെയ്യുമ്പോൾ കോൺസെൻട്രേഷൻ ഇംപ്രൂവ് ചെയ്യാം. അപ്പൊ ഒരുപാട് കാര്യങ്ങൾ കുട്ടികൾ എൻഗേജ്ഡ് ആയിരിക്കുകയാണ്. കളർഫുൾ ആണ് അല്ലെ, കളേഴ്സ് പഠിപ്പിക്കാം. കളറൊക്കെ അവർക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും, അട്രാക്റ്റീവ് ആണ്. ഈ 4 എന്ന് പറയുമ്പോൾ 4 ബീഡ്സ്, ഞാൻ 4ന്റെ ബീഡ്സുകൾ ഒരുമിച്ച് പിക്ക് ചെയ്യാം കേട്ടോ. ഞാൻ വലിയ കുട്ടിയായതുകൊണ്ട് ഞാൻ വേഗം പിക്ക് ചെയ്യും. കുഞ്ഞു കുട്ടികളാണെങ്കിൽ പതുക്കെ സ്ലോ ആയിട്ടായിരിക്കും ഓരോ ബീഡ്സും കൗണ്ട് ചെയ്ത് ഞാൻ നേരത്തെ 2 3 കൗണ്ട് ചെയ്തില്ല, അതേപോലെ പതുക്കെ ആയിരിക്കും കൗണ്ട് ചെയ്ത് ആ ബീഡ്സ് കറക്റ്റ് ആയിട്ട് പുട്ട് ചെയ്യുന്നത്. ഞാൻ വലിയ കുട്ടിയായതുകൊണ്ട് വേഗം സ്പീഡിൽ ചെയ്തു. ഇനി 5 എന്നുള്ളതാണ് ബീഡ്സ്. 1 2 3 4 5 അപ്പൊ 5 കിട്ടി. ദെൻ ബാക്കിയുള്ള 5 ഒക്കെ കളക്ട് ചെയ്ത് ഞാൻ എന്ത് ചെയ്യണം, 5 എന്ന് പറയുന്ന ആ ഒരു ബോക്സിലേക്ക് പുട്ട് ചെയ്യാണ്. എല്ലാത്തിന്റെയും 10 പീസസ് ഉണ്ട് കേട്ടോ. ഇതുണ്ടോ, ഞാനിപ്പോ ഈ 5ന്റെ എല്ലാ പീസും എടുത്തിട്ടുണ്ട്. 10 പീസസ് ഉണ്ട് കേട്ടോ. ഇതിലൊരു കളർ ചേഞ്ച് ആയിട്ടുള്ളത് ആണ് നമ്മുടെ സ്റ്റെയറിന്റെ ബീറ്റ് കേട്ടോ. ബീറ്റ്സിൽ എല്ലാത്തിലും ഒരെണ്ണം കളർ ചേഞ്ച് ഉണ്ട്, അത് സ്റ്റെയറിന്റെ ആണ്. നമ്മൾ നേരത്തെ ആദ്യം കണ്ടില്ല, സ്റ്റെയറിന്റെ ബീറ്റ്സിലാണ് ചെറിയൊരു കളർ ചേഞ്ച് ഉള്ളത്. അത് കുഴപ്പമൊന്നുമില്ല, നോർമലി ഓക്കെ ആണ്. നമുക്കത് വ്യത്യാസം അവര് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അവരെ അങ്ങനെ ചെയ്തിരിക്കുന്നതാണ്. ഓക്കെ, ബീറ്റ്സ്. ഇനി 5 കഴിഞ്ഞാൽ 6.
നോക്കി രണ്ടോ 6 ബീഡ്സ് ആണ് ഓക്കെ അല്ലേ? 6 കറക്റ്റ് ആയിട്ട് 6 എന്നുള്ള ഒരു ബോക്സിലിട്ടു. ദെൻ 7 ആണ്. സെവനുള്ളത് വൈറ്റ് ആണ് ബീഡ്സ് കേട്ടോ. ഞാൻ നേരത്തെ നിങ്ങൾ സ്റ്റെയർ കാണിച്ചപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. വൈറ്റ് ആയിരുന്നു 7 എന്നുള്ള ബീഡ്സ്. ഓക്കെ, നിങ്ങൾ കാണുന്നുണ്ടോ? കൗണ്ട് ചെയ്ത് കാണിച്ചുതരാം. 1 2 3 4 5 6 7. ഓക്കെ, 7 കറക്റ്റ് ആയിട്ട് ബീഡ്സ് ഞാൻ അവിടെ ഇട്ടിട്ടുണ്ട് കേട്ടോ. 7 കഴിഞ്ഞാൽ 8. കുട്ടികൾ ഇത് റിപ്പീറ്റ് ചെയ്യുന്നതിലൂടെ അവർ എന്താണ് കൗണ്ടിങ് കറക്റ്റ് ആയിട്ട് പഠിക്കും. ഇത് 8 ആണ്. ദെൻ 9. കുട്ടികൾ ചെയ്യുമ്പോൾ അത് ഭയങ്കര സ്ലോ ആയിരിക്കും. നമ്മുടെ ടൈമും പേഷ്യൻസും ഒക്കെ വേണം. കാരണം ആ കുട്ടികൾ ഓരോന്നും ഇട്ട് കൗണ്ട് ചെയ്യുള്ളൂ. ഞാനത് വേഗം വേഗം ചെയ്യാം. അതേപോലെ ആയിരിക്കില്ല, പതുക്കെ ആയിരിക്കും. ഒരു ടൈം കൺസ്യൂമിങ് ആയിരിക്കും. കോൺസെൻട്രേറ്റ് ചെയ്ത് പതുക്കെ ആയിരിക്കും ഒരു ആക്ടിവിറ്റീസ് ചെയ്യുന്നത്. 10 ആണ്. ഞാൻ നേരത്തെ ഇൻട്രൊഡ്യൂസ് ചെയ്താണ് ഈ ബീഡ്സ് 10. ബാലൻസ് എന്തെങ്കിലും കുറച്ച് ബീഡ്സ് വന്നിട്ടുണ്ട്. അത് ഏതൊക്കെയാണ് ഞാൻ കൗണ്ട് ചെയ്തരാം. 1 2 3 4. ഓക്കെ, 1 1 2 3 3 1 2 3 ഇതാണ്. ദെൻ ഗ്രീൻ 1 2. അപ്പോ ഇതാണ് സ്പ്രിങ്കിൾ ബോക്സ്. ഞാൻ ബീഡ്സ് വെച്ച് ചെയ്തിരിക്കുന്നതാണ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഈ ഒരു ആക്ടിവിറ്റിയിലൂടെ നമുക്ക് എന്തെല്ലാം കാര്യങ്ങൾ പഠിപ്പിക്കാം. ഓക്കെ, ലേണിംഗ് ആൻഡ് കൗണ്ടിങ് ദ നമ്പേഴ്സ്. കൗണ്ട് ചെയ്യാനായിട്ട് പഠിപ്പിക്കാം. കോൺസെൻട്രേഷൻ ആൻഡ് ഒബ്സർവേഷൻ വിൽ ഇംപ്രൂവ്. ഹാൻഡ് ആൻഡ് ബ്രെയിൻ കോർഡിനേഷൻ ഇംപ്രൂവ് ചെയ്യാനായിട്ട് പറ്റും. കാരണം ഞാൻ അത് കൗണ്ട് ചെയ്യണം, കറക്റ്റ് ആയിട്ട് അതുകൊണ്ടൊന്ന് പുട്ട് ചെയ്യണം. ക്യാൻ ബി ഡൺ വിത്ത് ബ്ലൈൻഡ് ഫോൾഡിങ്. കറക്റ്റ് ആയിട്ട് ബ്ലൈൻഡ് ആയിട്ട് നമുക്ക് ഫോൾഡ് ചെയ്യാനായിട്ട് പറ്റണം. അറേഞ്ച് ദ കപ്പാസിറ്റി ഇംപ്രൂവ്സ്. നമ്മൾ വീണ്ടും വീണ്ടും ചെയ്ത് കഴിയുമ്പോൾ ആ ഒരു കപ്പാസിറ്റി ഇംപ്രൂവ് ചെയ്യും. അസെൻഡിങ് ആൻഡ് ഡിസെൻഡിങ് ഓർഡർ കൺസെപ്റ്റ് വിൽ ബി അഡ്ജസ്റ്റ്മെന്റ്. ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഈ ഒരു ബോക്സ് വെച്ചിട്ട് നമുക്ക് കുട്ടികളെ പഠിപ്പിക്കാനായിട്ട് പറ്റും. ഓക്കെ, അപ്പൊ ഞാനൊന്ന് പോയിന്റ് വൈസ് ആയിരിക്കോ എഴുതാനുള്ളത്? എന്താണ് ഈ അപ്പാരറ്റസിൽ നമ്മൾ എഴുതാനുള്ളത് പോയിന്റ് വൈസ് ആയിരിക്കോ അതോ പാരഗ്രാഫ് പോലെയാണോ? എന്താണ് ആ പാരഗ്രാഫ് എന്നുള്ളത്? പാരഗ്രാഫ് ഉണ്ടാവും, ബാക്കിയുള്ളത് പോയിന്റ് ആയിരിക്കും കേട്ടോ. സിമ്പിൾ ആയിരിക്കുള്ളൂ, നമ്മൾ വായിച്ചാൽ മനസ്സിലാവുന്ന രീതിയിലാണ്. ഓക്കെ, സ്ക്രീനിൽ ഷെയർ ചെയ്ത് തന്നിട്ടില്ലേ? അതെന്താ സംഭവം? മനസ്സിലായില്ല. ഇല്ല, കുറച്ചേരം റേഞ്ച് പോയിട്ടുണ്ട്. അത് സ്പ്രിങ്കിൾ ബോക്സ് വുഡൻ ആയിട്ടുള്ള പീസ് വെച്ചിട്ടുള്ളത്. നമ്മളിപ്പോ ബീഡ്സ് അത് ഇങ്ങനെ നമ്പർ കണ്ടുപിടിക്കാൻ തന്നെയാ? അത് നമ്പർ 1 എഴുതിയതില് 1 ഇടുക, 2 എഴുതിയതില് 2 ഇടുക, 2 ഇടുക. അങ്ങനെ ഇവിടെ ബീഡ്സ് വെച്ചാണ് ഞാൻ ചെയ്തത്. ഓക്കെ, അല്ല, അതെങ്ങനെ മനസ്സിലാകാന്ന് ചോദിച്ചത്. അതെല്ലാം ഒട്ടി ഒട്ടിയിട്ടാണുള്ളത്. ഒരു വുഡന്റെ സംഭവല്ലേ, അതിങ്ങനെ ചേർന്നിട്ടുള്ളത് 2 ഉള്ളതൊക്കെ ഉണ്ട്. സെപ്പറേറ്റ് ആണ്. അപ്പൊ 0 എന്ന് പറയുമ്പോൾ നമ്മൾ 1 ഇടുന്നു, 1 എന്ന് പറയുമ്പോൾ 1 ഇടുന്നു, 2 എന്നുള്ളവർക്ക് 2 എണ്ണം, 3 എന്നുള്ളവർക്ക് 3, 4 എന്നുള്ളവർക്ക് 4, 5 എന്നുള്ളവർക്ക് 5. നമ്മള് 5 ബീഡ്സ് കാണിച്ചിട്ടില്ലേ, അതുപോലെ ഞാൻ എല്ലാ ബീഡ്സും അതിൽ ഇട്ടിരുന്നു. അപ്പൊ ഇവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഇരിക്കില്ല കേട്ടോ. 0 to 9 ആണ്. നമുക്ക് ബീഡ്സിന്റെ മാത്രല്ലേ ഉണ്ടാക്കണ്ടുള്ളൂ, വുഡന്റെ ഉണ്ടാക്കണ്ടല്ലോ? വുഡന്റെ ചെയ്യണ്ട, അത് എക്സ്പെൻസീവ് ആണ്. ബീഡ്സ് ചെയ്താൽ മതി. ഓക്കെ അല്ലേ? നിങ്ങൾ ഞാൻ പിങ്ക് ടവർ കാണിച്ചു തന്നിട്ടുണ്ടോ? നമ്മുടെ പിങ്ക് ടവർ കാണിച്ചു തന്നിട്ടുണ്ടോ? ചെയ്തിട്ടില്ല, കാണിച്ചു തന്നിട്ടില്ല അല്ലെ? കാണിച്ചു തന്നിട്ടുണ്ട് ഒരിക്കല്. ഞാൻ കണ്ടിട്ടില്ല. ഓക്കെ, ഞാൻ ഞാനും കണ്ടിട്ടില്ല മിസ്സേ. ഓക്കെ, കാണിച്ചു തരാം. കൗണ്ടിങ് ശരിക്കും പറഞ്ഞാൽ ഇവിടെ
കൗണ്ടിങ് അല്ലെങ്കിൽ മാത്തമാറ്റിക്കൽ മെറ്റീരിയലിൽ പ്രിന്റർ നമ്മളല്ല, അത് സെൻസ് മെറ്റീരിയൽ ആണ്, സെൻസ് ചെയ്യുന്നതാണ്, ടച്ച് ചെയ്യുന്നു കാര്യങ്ങളൊക്കെയാണ്. പക്ഷെ മാത്സിലും മാത്തമാറ്റിക്കൽ ഏരിയയിൽ നമുക്ക് പ്രിന്റർ യൂസ് ചെയ്യാനായിട്ട് പറ്റും. കാരണം കൗണ്ടിങ് കുട്ടികളെ പഠിപ്പിക്കാൻ പറ്റും ഇല്ലേ? പ്രിന്റർ യൂസ് ചെയ്ത് 10 വുഡൻ ബ്ലോക്സ് ആണ് പ്രിന്റർ ചെയ്തവരുണ്ടാവുമല്ലോ ഇവിടെ. ചെയ്താരൊക്കെ ഉണ്ട് ഇവിടെ പ്രിന്റർ? ചെയ്തിട്ടില്ല. വുഡൻ വെച്ചിട്ടല്ല ചെയ്തിരിക്കുന്നത്, പക്ഷെ ചെയ്തിട്ടുണ്ട്. അപ്പം പിങ്ക് ടവർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 10 വുഡൻ ബ്ലോക്സ് ആണ്. നല്ല ഭംഗിയാണ് കാണാനായിട്ട്, ഭയങ്കര അട്രാക്റ്റീവ് ആണ്, പിങ്ക് കളറാണ്. നമുക്ക് ഇഷ്ടാവുമല്ലോ, ഓട്ടോമാറ്റിക്കലി ഇഷ്ടമാണ് പിങ്ക് കളർ എന്ന് പറയുമ്പോൾ, എല്ലാവർക്കും ഇഷ്ടമായിരിക്കും. വൺ ഓഫ് മൈ ഫേവറേറ്റ് മെറ്റീരിയൽ ആണ് പിങ്ക് കളർ. ലാസ്റ്റ് ബ്ലോക്കിനാണ് ചെറിയൊരു കണ്ടന്റ് കേട്ടോ. നിങ്ങൾ ട്രയാങ്കിൾ ഡിഫറെന്റ് ഷേപ്സ് കട്ട് ചെയ്തെടുത്ത് ചെയ്തിട്ടുണ്ടോ? ഓക്കെ, ചെയ്തിട്ടുണ്ടോ അത്? ട്രയാങ്കിളിന്റെ ഡിഫറെന്റ് ഷേപ്സ് ടീച്ചർ പറഞ്ഞിട്ടുണ്ടാവും. ചെയ്തിട്ടില്ല. ടീച്ചർ പറയൂ കേട്ടോ. നോക്കാട്ടാ, നിങ്ങൾ കാണുന്നത് 10 വുഡൻ ബ്ലോക്സ് ആണ്. ഇറ്റ് ഈസ് ആൻ ഓൾട്ടർനേറ്റീവ്ലി ഇൻ പിങ്ക് കളർ. ഈ പിങ്ക് ടവർ എന്ന് തന്നെ പറയാനുള്ള കാരണം ഈ മെയിൻ ആയിട്ട് ഈ ഒരു മെറ്റീരിയലിന്റെ കളറാണ്. ഇങ്ങനെ പിങ്ക് കളർ അല്ലേ? ഇറ്റ് കൺസിസ്റ്റ് ഓഫ് 10 വുഡൻ ക്യൂബ്സ്. ഇത് വുഡൻ ക്യൂബ്സ് ആണ്. നമ്മൾ കറക്റ്റ് ഷേപ്പ് ഉണ്ടോ, നിങ്ങൾ കാണുന്നുണ്ടോ? നമ്മള് ഇതിൽ ചാർട്ടിലൊക്കെ ചെയ്തതിനേക്കാൾ നല്ല പെർഫെക്റ്റ് ആയിട്ടല്ലേ എല്ലാ കോർണേഴ്സും എല്ലാം കറക്റ്റ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ മെഷർമെന്റ് ഹൈറ്റ് ഡിഫറൻസ് ഉണ്ടല്ലോ. ഇത് നമ്മൾ ചെയ്തതും ഇത് ചെയ്തതും ഇതും കണ്ടല്ലേ എവിടെ കിടക്കുന്നു. ഓക്കെ, എന്താ പറയുക, മെഷർമെന്റ് ഓഫ് ദ ക്യൂബ്സ് വേരി ഫ്രം 10 centimeter in the largest to 1 centimeter in the smallest. 1 to 10 centimeter ഡിഫറൻസിലാണ് ക്യൂബുകൾ വരുന്നത്. ചിൽഡ്രൻസ് വിൽ ഗെറ്റ് ദ ഐഡിയ ഓഫ് കമ്പയറിംഗ് സൈസ്. ഓക്കെ, സ്മോൾ, ഓക്കെ, സ്മോൾ, ബിഗ്, 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 സ്മോൾ, സ്മോൾ, ബിഗ്. കുട്ടികൾ ആ ഒരു കൺസെപ്റ്റ് നമുക്ക് പഠിപ്പിക്കാനായിട്ട് പറ്റും. They will realize okay the weight also. ഇത് ഭയങ്കര വെയിറ്റ് ഉണ്ട്. ഈ ക്യൂബിന് ഭയങ്കര വെയിറ്റ് ആണ്. വെയിറ്റ് ഇല്ല, സ്മോൾ ആൻഡ് ബിഗ് പഠിപ്പിക്കാൻ പറ്റും. മോട്ടോർ സ്കിൽസ് ഡെവലപ്പ് ചെയ്യാൻ പറ്റും. പിന്നെന്താണ്, നമുക്ക് കറക്റ്റ് ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. ഞാൻ അത് കറക്റ്റ് ചെയ്ത് തരാം. കൗണ്ടിങ്, ഇമാജിനറി സ്കിൽ, ക്രിയേറ്റിവിറ്റി വിൽ ബി ഇംപ്രൂവ്ഡ്. പിങ്ക് ടവർ യൂസ് ചെയ്തിട്ട് നമുക്ക് കൗണ്ടിങ് പഠിപ്പിക്കാം, ഇമാജിനറി സ്കിൽസ് പഠിപ്പിക്കാം, നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുന്നതാണ്. പിന്നെ ക്രിയേറ്റീവ് സ്കിൽസ് ഇംപ്രൂവ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ആർക്കിടെക്ചർ സ്കില്ലും ഇംപ്രൂവ് ചെയ്യാനായിട്ട് പറ്റും. ഇനി നോക്കട്ടെ, ഈ ഒരു മെറ്റീരിയൽ ഞാൻ മാത്രമല്ല, ചിലപ്പോൾ മാത്തമാറ്റിക്കൽ ഏരിയയിൽ മാത്രമല്ല ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്, സെൻസറി ആക്ടിവിറ്റിയിലും വരുന്നുണ്ട്. അപ്പൊ നമ്മളത് നല്ല രീതിയിൽ എന്ത് ചെയ്യാണ്, ഓരോന്ന് അറേഞ്ച് ചെയ്യാനായിട്ട് പോവാണ്. കറക്റ്റ് ആയിട്ട് നമ്മൾ ടച്ച് ഒക്കെ ചെയ്ത് നോക്കാം. എനിക്ക് നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് ടച്ച് ചെയ്താൽ നമ്മൾ ഓരോന്നായിട്ട് കറക്റ്റ് ബിൽഡ് ചെയ്യാണ് കേട്ടോ. ഓക്കെ, ഒരു മിനിറ്റ് കേട്ടോ. നമ്മൾ നെക്സ്റ്റ് ബ്ലോക്ക് എടുത്ത് ടച്ച് ചെയ്ത് നോക്കാം നിങ്ങൾ. പിന്നെ അത് കറക്റ്റ് ചെയ്തത് ഓക്കെ കറക്റ്റ് ആണ്. നെക്സ്റ്റ് ബ്ലോക്ക് എനിക്കിപ്പോ നമ്മള് വലിയ കുട്ടികൾക്ക് ഇത് കണ്ടാൽ മനസ്സിലാവുമല്ലോ. അത് ടച്ച് ചെയ്ത് നോക്കി തന്നെ നമുക്കത് എന്ത് ചെയ്യാൻ ബിൽഡ് ചെയ്യാനായിട്ട് പറ്റും. കാരണം നിങ്ങൾ ചാർട്ടിലൊക്കെയാണ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് പെർഫെക്ഷൻ കറക്റ്റ് നമുക്കത് ലിങ്ക് ചെയ്തെടുക്കാനായിട്ട് ടോപ്പിലേക്ക് വന്നു. ഓക്കെ, നല്ല രസമാണ് കാണാനായിട്ട്. നമുക്ക് ഫുള്ളായിട്ട് കാണാൻ പറ്റുന്നില്ല എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അത് ഓൺലൈൻ ഓക്കെ അല്ലേ? അതാണ് ഏകദേശം നമ്മൾ കണ്ടു. നമ്മൾ ചെയ്തത് ഒരു 5 സെക്കൻഡ് വെക്കുമ്പോഴത്തേനും അത് വെയിറ്റ് ഇല്ലാത്തതുകൊണ്ട് ചിലപ്പോൾ നിലത്ത് വീണു. നമുക്കത് കൗണ്ടിങ് പഠിപ്പിക്കാം കുട്ടികളെ. ഒന്ന് ജസ്റ്റ് നോക്കുകയാണെങ്കിൽ കൗണ്ടിങ് പഠിപ്പിക്കാം. 1 2 3 4 5 6 7 8
9, 10. നമുക്ക് കുട്ടികളത് റിപ്പീറ്റ് ചെയ്ത്. ഓക്കെ കീർത്തിയുടെ ഡെഫിനേഷൻ ഒക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ പിങ്ക് ടവറിന്റെ. താങ്ക് യു. ഓക്കെ, അപ്പൊ പണ്ട് മുതലേ ഉള്ളൊരു മെറ്റീരിയൽ ആണ് പിങ്ക് ടവർ. നല്ല രസമാണ് കാണാനായിട്ട്, ഭയങ്കര അട്രാക്റ്റീവ് ആണ്. കുട്ടികളെ കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാലോ, നിങ്ങൾ സ്വന്തമായിട്ട് പിങ്ക് ടവർ ക്രിയേറ്റ് ചെയ്തിട്ട് തന്നെ മനസ്സിലായില്ലേ, കുട്ടികൾ അതൊക്കെ എടുത്തുകൊണ്ട് പോയി കളിക്കുന്ന കണ്ടപ്പോ ഈ ഒരു മെറ്റീരിയൽസിന്റെ പ്രത്യേകതയും സ്പെഷ്യാലിറ്റീസും നിങ്ങൾക്ക് തന്നെ മനസ്സിലായില്ലേ? അത് കൊടുത്തോ പിള്ളേർക്ക് കളിക്കാനൊക്കെ? കൊടുത്തു പെട്ടെന്ന് വാങ്ങി വെച്ചോ. എന്നുവെച്ചാ കാർട്ടൂൺ ബോക്സിൽ ചെയ്തോണ്ടി അവരതിന്റെ പരിപ്പൊക്കെ എടുക്കും, ഊരിയെടുക്കും. ഫുഡല്ലല്ലോ. ഓക്കെ, എല്ലാത്തിനും ഒരു കോപ്പി എടുത്തു വെക്കുന്നത് നല്ലതാണ്. മേ ബി നമ്മൾ വൈബ് അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് എങ്ങാനും നമുക്ക് മെറ്റീരിയൽ പ്രസന്റ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ എന്തെങ്കിലും ചാൻസ് മേ ബി, അപ്പൊ നമ്മളൊരു ഫോട്ടോ എടുത്ത് സൂക്ഷിക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ. എല്ലാ മെറ്റീരിയലിന്റെയും നമ്മൾ ചെയ്തിട്ടുള്ള എല്ലാ ടീച്ചിങ് എയ്ഡും നമ്മൾ എന്ത് ചെയ്യുക, കയ്യിൽ സൂക്ഷിക്കുന്നത് നല്ലതാണ്. ഓക്കെ, ഇനിയും മാത്തമാറ്റിക്കൽ ഏരിയയിൽ ഒത്തിരി മെറ്റീരിയൽസ് ഉണ്ട്. നിങ്ങൾക്കറിയാലോ, MT7 ഇപ്പൊ പ്രാക്ടിക്കേഴ്സിന്റെ ക്ലാസ് പൊക്കോണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് 2 ക്ലാസ്സിലേക്കും ഈക്വലായിട്ട് മെറ്റീരിയൽസ് നമ്മൾ എടുത്തുകൊണ്ട് നമുക്കത് ഇപ്പൊ കാണിക്കാൻ പറ്റില്ല. അപ്പൊ ഞാൻ നെക്സ്റ്റ് ക്ലാസ്സിൽ അത് കാണിച്ചു തരുന്നതായിരിക്കും. ഇനി നമ്മൾ ജോമെട്രിക്കൽ സോളിഡ്സ് ആണ് പഠിക്കാൻ പോകുന്നത്. എന്താണ് പഠിക്കാൻ പോകുന്നത്? ജോമെട്രിക്കൽ സോളിഡ്സ്. സിമ്പിൾ ആയിട്ടുള്ള ഷേപ്സ്. എന്താണ് ജോമെട്രിക്കൽ സോളിഡ്സ്. ഓക്കെ, ജോമെട്രിക്കൽ സോളിഡ്സ്. കുറച്ച് സോളിഡ്സ് ഒക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. നല്ല കളർഫുൾ ഒക്കെ തന്നെയാണ്. കുട്ടികളുടെ ആ ഷേപ്സ് പഠിപ്പിക്കാൻ നമുക്ക് ഹെൽപ്ഫുൾ ആണ്. ഞാൻ ആദ്യം ഈ മെറ്റീരിയൽസ് എല്ലാ മെറ്റീരിയൽസും കാണിച്ചു തരാം. എന്നിട്ട് അതിന് ഡിഫറൻസ് എങ്ങനെ പറഞ്ഞു തരാമെന്ന് വെച്ചാൽ നോക്കാം. സ്പിയറോ ചേട്ടാ, ഓക്കെ, ഇതിൽ ഏതൊക്കെ സൈസ്, ഏതൊക്കെ ഷേപ്സ് നിങ്ങൾക്ക് അറിയാം? ഏതൊക്കെ സോളിഡ്സിന്റെ ഷേപ്സ് അറിയാം? സ്ക്വയർ, റെക്ടാങ്കിള്, ട്രയാങ്കിള്, പിരമിഡ്, സർക്കിള്, ഓവൽ, സിലിണ്ടർ, സിലിണ്ടർ, റോംബസ്, സ്ക്വയർ, റെക്ടാങ്കിൾ, സർക്കിൾ. ഞാൻ പറയാം, ഇതാണ് സ്ക്വയർ എന്ന് പറയുന്നത് അല്ലെ. 4 സൈഡും സ്ക്വയർ ഷേപ്പിലുള്ളതിന് നമ്മൾ സ്ക്വയർ എന്നാണോ പറയുന്നത് കുട്ടികളെ? ഇതിനെന്താ നമ്മൾ പറയുന്നത്? ക്യൂബ് എന്നല്ലേ പറയുന്നത്? ഇതാണ് ക്യൂബ് എന്ന് പറയാം. ഓക്കെ, ഇനി 2 സൈഡ് സ്ക്വയറും ഈ സൈഡും സ്ക്വയറും ബാക്കിയുള്ള സൈഡുകളൊക്കെ റെക്ടാങ്കിൾ ഷേപ്സ് ആണെങ്കിൽ അതിന് നമ്മൾ റെക്ടാങ്കുലാർ പ്രിസം എന്നാണ് പറയുന്നത്. എന്താ പറയുന്നത്? റെക്ടാങ്കുലാർ പ്രിസം. ഓക്കെ, റെക്ടാങ്കുലർ പ്രിസം. ഓക്കെ, ഇത് ക്ലിയർ ആയാലും എല്ലാവർക്കും? ഓക്കെ, ഇത് എളുപ്പമുള്ള ഒരെണ്ണമാണ്. ഇതെന്താ ഷേപ്പ്? സിലിണ്ടർ. 2 സൈഡ് റൗണ്ട് അല്ലെങ്കിൽ സർക്കിൾ ആണ്. ഇതാണ് സിലിണ്ടർ. അപ്പൊ നിങ്ങൾക്ക് അത് ക്ലിയർ ആയിട്ട് മനസ്സിലായി. ഇനി ഇതിൽ ഏത് ഷേപ്പ് അറിയാവുന്ന കളർ പറഞ്ഞാൽ മതി. ഓവൽ, യെല്ലോയാ? ഓക്കെ, യെല്ലോ. 2 സൈഡ് അല്ലാണ്ടല്ല, 4 സൈഡ് എങ്ങനെയാണ്? ട്രയാങ്കിൾ ആണ്. നടുക്ക് സോറി, ബേസ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ റെക്ടാങ്കിൾ ആണ്. ഓക്കെ, ബേസ് എന്ന് പറയുന്നത് റെക്ടാങ്കിൾ ആണ്. അപ്പൊ ഇതെന്താണ് സംഭവം? ഇതെന്താണ്? എന്ത് സോളിഡ് ആണ്? ഇതാണ് ട്രയാങ്കുലാർ പ്രിസം. എന്താണ് ട്രയാങ്കുലാർ പ്രിസം? ബേസ് റെക്ടാങ്കിളും ബാക്കി എല്ലാ സൈഡും ട്രയാങ്കിൾ ആയിട്ടുള്ള ആ ഒരു ഷേപ്സിനെയാണ് ട്രയാങ്കുലാർ പ്രിസം. നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടോ ബേസ് റെക്ടാങ്കിൾ അല്ലാന്ന്? അങ്ങനെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഞാനിത് ട്രയാങ്കുലർ പ്രിസം ഈ റെക്ടാങ്കുലർ പ്രിസത്തിൽ ഓക്കെ, റെക്ടാങ്കുലർ പ്രിസത്തിൽ വെച്ചപ്പോ കറക്റ്റ് ആയില്ലേ? ട്രയാങ്കുലർ പ്രിസം റെക്ടാങ്കിൾ ആണ് താഴത്തെ ബേസ് എന്ന് പറയുന്നത്.
ഓക്കെ, ഇതെന്താണ്? ട്രയാങ്കുലർ പ്രിസമാണ്. ഓക്കെ, 4 ഷേപ്സ് നമ്മൾ പഠിച്ചു. ഫസ്റ്റ് ക്യൂബ്, സിലിണ്ടർ, ട്രയാങ്കുലർ പ്രിസം, റെക്ടാങ്കുലർ പ്രിസം. ഓക്കെ, ഞാൻ ടച്ച് ചെയ്യാം, അതിന് ഒരാൾ പറയാട്ടാ. ഇത് ക്യൂബ്, ഇത് സിലിണ്ടർ, ഇത് ട്രയാങ്കുലർ പ്രിസം, ഇത് റെക്ടാങ്കുലർ പ്രിസം. ഓക്കെ, ഇനി ഈ ഷേപ്സ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? കോൺ. അതെ, കോണാണ്. നമ്മള് എന്താ പറയാ, സർക്കിൾ ആണ് താഴെ കേട്ടോ. അപ്പൊ നിങ്ങള് മാത്സിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും. ഓക്കെ, ഇതേ ഞാൻ 3 ഷേപ്സ് നിങ്ങൾക്ക് പ്രസന്റ് ചെയ്യാം. ഈ 3 ഷേപ്സിൽ ഇതാണ് ഈ 3 ഷേപ്സ്. ഈ 3 ഷേപ്സ് ഏതൊക്കെയാണ്? ഇതെന്താണ്? സർക്കിള്, റൗണ്ട്. ഇതിനെ പറയുന്ന പേരാണ് സ്ഫിയർ. എന്താണ് പറയുന്നത്? ഓക്കെ, ഇത് സ്ഫിയർ. അപ്പൊ അത് ഓക്കെയാണ്. ഇനി ഈ 2 ഷേപ്സും നോക്കി, ഡിഫറൻസ് മനസ്സിലാകുന്നുണ്ടോ? ആ ഷേപ്സ് ഓവൽ ഷേപ്പ് ആണ്. ആ ഓറഞ്ച് ഓവൽ ഷേപ്പ്. ഓറഞ്ച് എന്താണ്? ഓവൽ ഷേപ്പ്. ഷേപ്പ്. ഓക്കെ, ഓവൽ ഷേപ്പ്. ഓവല് 1 മിനിറ്റ്. അപ്പൊ ഇതോ? ഇത് എഗ്. ഓക്കെ, ഇത് ഒവോയിഡ്. എഴുതി വെച്ച് ഇതെന്താണ്? ഈ ഓറഞ്ച് ഷേപ്പ് ഓവൽ പോലത്തെ ഷേപ്പ് ഏതാണ്? ഒവോയിഡ്. പറഞ്ഞേ, ഒവോയിഡ്. ഓവോയിഡ്. സ്പെല്ലിംഗ് എന്താ ടീച്ചറെ? OID. OVOID. അവോയ്ഡ് എന്നുള്ളതിന്റെ പകരം അവോയ്ഡ് എന്ന് പറയാം അല്ലെ? ഓവൽ. അവോയ്ഡ് എങ്ങനെ വേണമെങ്കിൽ പ്രൊനൗൺസ് ചെയ്യാട്ടെ നിങ്ങൾക്ക്. വോയിഡ്. ഓക്കെ, ഇനി ഇത് ഈ ഒരു ഷേപ്സ് എന്താണ്? എക്സാമ്പിൾ പറഞ്ഞത് കോഴി മുട്ടയുടെ ഷേപ്സ്. ഇതാണ് എലിപ്സോയിഡ്. എന്താണ്? ഒരു സൈഡ് മാത്രം ഇങ്ങനെ ഇത് നിൽക്കുന്നുണ്ട്. ഇത് എന്ത് ഷേപ്പാണ്? എലിപ്സോയിഡ്. ഈ ഓക്കെ എഴുതിയിട്ടുണ്ട്, അതിൽ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. എലിപ്സോയിഡ് ക്ലിയർ ആണല്ലോ? എലിപ്സോയിഡ് മനസ്സിലായല്ലോ? ഇങ്ങനെ ഒരു ഷേപ്സ് എടുത്ത് കാണിച്ചിട്ട് ഞാനിത് എന്ത് ഷേപ്പാന്ന് ഞാൻ എങ്ങനെ വൈവേ ചോദിച്ചാൽ എന്ത് പറയും? ഓവോയിഡ്. ഇതോ? ഓക്കെ, ഇതോ? സ്ഫിയർ. ഓർമ്മയുണ്ടാവും, വൈവയൊക്കെ വരുമ്പോ മറന്നു പോവാതിരിക്കണം. ഓക്കെ, നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്തിട്ട് ഷേപ്സ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ. ഇനി 2 കാര്യങ്ങൾ കാണിക്കുന്നുണ്ട് ഇപ്പൊ. ഇത് എന്ത് പിരമിഡ് ആണ്? ഇത് ട്രയാങ്കിൾ ആണ്. താഴെ വരുന്നത് എന്താണ്? ട്രയാങ്കിൾ ആണ്. ഈ ബേസ് വെച്ചിട്ടാണ് നമ്മൾ ഈ പിരമിഡിന്റെ പേര് വരുന്നത് കേട്ടോ. താഴെ വരുന്നത് സ്ക്വയർ ആണ്. ഓക്കെ, ഇതെന്താണ്? ട്രയാങ്കിൾ ആണ്, ഇത് സ്ക്വയർ ആണ്. സോ ഇത് ട്രയാങ്കുലർ പിരമിഡ് മറ്റാണോ? അതെ, ട്രയാങ്കുലർ ബേസ്ഡ് പിരമിഡും സ്ക്വയർ ബേസ്ഡ് പിരമിഡും. ട്രയാങ്കുലർ പിരമിഡും സ്ക്വയർ പിരമിഡും. ഓക്കെ അല്ലേ? എന്നാൽ ട്രയാങ്കിൾ ആണ് ബേസ് എങ്കിൽ, സോറി ഞാൻ ടച്ച് ചെയ്ത് കാണിക്കേണ്ടതാണ്. പിരമിഡ് ട്രയാങ്കിൾ ആണ് അതിന്റെ ബേസ് എങ്കിൽ ഇതെന്താണ്? ട്രയാങ്കുലർ പിരമിഡ് ആണ്. സ്ക്വയർ ആണ് ബേസ് എങ്കിൽ ഇതെന്താണ്? സ്ക്വയർ പിരമിഡ് ആണ്. ഓക്കെ അല്ലേ? അപ്പൊ ഈ ഷേപ്സ് എല്ലാവർക്കും മനസ്സിലായല്ലോ? ജോമെട്രിക് സോളിഡ്സ് മനസ്സിലായല്ലോ? ഓക്കെ, പ്രാക്ടിക്കൽ സെഷന് വരുന്നതിന് മുമ്പ് ഈ വീഡിയോ ഇപ്പൊ നിങ്ങൾ കണ്ടപ്പോ, അല്ലെങ്കിൽ നമ്മൾ കണ്ടപ്പോ ഇപ്പൊ ഓർമ്മയുണ്ടാവും. മേ ബി എക്സാം ഒക്കെ കഴിഞ്ഞിട്ടായിരിക്കും ചിലപ്പോൾ പ്രാക്ടിക്കൽ സെഷൻ വരുന്നത്. അപ്പൊ ചിലപ്പോൾ മറന്നു പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ എന്ത് ചെയ്യണം? നിങ്ങൾ പ്രാക്ടിക്കലിന് വരുന്നതിന് മുമ്പായിട്ട് നമ്മളുടെ ഇന്നത്തെ വീഡിയോ വീണ്ടും റിപ്പീറ്റ്, അല്ലെങ്കിൽ പ്രാക്ടിക്കൽസിന്റെ എല്ലാ വീഡിയോസും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് നോക്കിയിട്ട് നമ്മൾക്കൊരു റെക്കോർഡ് ബുക്ക് ഉണ്ടെന്ന് പറഞ്ഞില്ലേ ടീച്ചറെ? അതിൽ ഇതൊക്കെ ഉണ്ടാവില്ലേ? ഇതിന്റെ പിക്ചർ ഒക്കെ ഉണ്ടാവോ? സോളിഡ്സിന്റെ പിക്ചേഴ്സ് ഒക്കെ ഉണ്ട്, നിങ്ങൾക്ക് അതൊക്കെ ഷെയർ ചെയ്ത് തരും കേട്ടോ. ഓക്കെ, അപ്പൊ ഇത്രയും മെറ്റീരിയൽസ് ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. എന്തൊക്കെ നമ്മൾ പഠിച്ചു? ഈ കൗണ്ടിങ്ങിന്റെ ഒരു മെറ്റീരിയലും കൂടെ ഉണ്ട്. നമ്പർ, ഓഡ്സ് ആൻഡ്
കാർഡ്സ് അങ്ങനെ എടുത്തിട്ട് വരാം. ഒരു മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യണം എല്ലാവർക്കും. ഓക്കെ, നമ്പർ റോഡ്സ് എടുക്കാം കേട്ടോ. ഒരു മിനിറ്റ്. ഓക്കെ, നമ്പർ റോഡ്സ് മാത്രമാണ് കിട്ടിയത്, കാർഡ്സ് കിട്ടിയില്ല കേട്ടോ. അത് വേറെ ക്ലാസ്സിലാണ്, അത് നോക്കുന്നത്. ഒരു മിനിറ്റ് ഷെയർ ചെയ്യാത്ത നമ്പർ റോഡ്സും കാർഡ്സും. അപ്പൊ 2 സെറ്റ് ഇല്ല, ഒരൊറ്റ സെറ്റേ ഉള്ളൂ. ഒരു സെറ്റ് ഉള്ളൂടാ. അപ്പൊ അത് 1 മിനിറ്റ് കേട്ടോ. ഞാൻ നമ്പർ റോഡ്സും കാർഡ്സും ഷെയർ ചെയ്യാം. അത് ഈ മെറ്റീരിയൽസിനൊക്കെ നല്ല വേസ്റ്റ് ഉണ്ട്. സാധാരണ നമ്പർ റോഡ്സ് ആൻഡ് നമുക്ക് കാർഡ്സിന് പകരം ഞാൻ എഴുതിയിട്ടുണ്ട്. പേപ്പറാണ്, പേപ്പർ കട്ടിങ്സ് ആണ്. എന്നാലും നമുക്കത് കുഴപ്പമില്ല. ഓക്കെ, നമ്പർ കാർഡ്സ് നമുക്ക് വേറെ മെറ്റീരിയൽസ് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ നമുക്ക് കാണിച്ചു തരാം. നമ്പർ കാർഡ്സ് എങ്ങനെയാണ് സ്ക്രിപ്റ്റും ഇതേപോലെ തന്നെ ഉള്ളതാണ്. ഞാനിപ്പോ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന നമ്പർ റോഡ്സ് ആണ്. ഞാൻ നോക്കിയേ, കാണുന്നുണ്ടോ? അതെന്താ വുഡന്റെ ആണോ കളേഴ്സ്? എല്ലാം വുഡന്റെ ആണ്. ഇവിടെ നമ്മള് എക്സ് വുഡൻ മെറ്റീരിയൽസ് ആണ് കേട്ടോ. നോക്കിയേ, ഇതാണ് 1. എത്രയാണിത്? 1. ഓക്കെ, ദെൻ 1 ഞാൻ ഇതെടുത്ത് ഇവിടെ അറേഞ്ച് ചെയ്ത് വെച്ചു. ദെൻ 1 2 ആ ഡിഫറൻസ് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ ഈ ഡിഫറൻസ് മനസ്സിലാകണമെന്നുണ്ടെങ്കിൽ ആ ഒരു എറർ നമ്മൾ കൺട്രോൾ ചെയ്യുന്നുണ്ട്. കാരണം എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ എനിക്ക് വെച്ചിട്ട് 1 2 ഓക്കെ കറക്റ്റ് ആണ്, കറക്റ്റ് പ്ലേസിൽ പ്ലേസ് ചെയ്തു. ദെൻ നെക്സ്റ്റ് എന്താണ് 1 2 3 1 2 3 അല്ല 1 2 3 ആ ഡിഫറൻസ് ആ ബ്ലൂവും റെഡ് കളർ ആകുമ്പോൾ നമുക്കത് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും, കൗണ്ട് ചെയ്യാനായിട്ട് പറ്റും. 1 2 3 4 1 2 3 4 ഓക്കെ അല്ലേ. നെക്സ്റ്റ് 1 2 3 4 5 ഇവിടെ ഇത് 1 2 3 4 5 ഞാനത് അറേഞ്ച് ചെയ്തിട്ട് ഞാൻ അറേഞ്ച് ചെയ്ത് 1 2 3 4 5 6 ഒരു സ്റ്റെയർ പോലെയാണ് അല്ലേ. ഈ സൈഡിൽ നോക്കുകയാണെങ്കിൽ ഒരു സ്റ്റെയർ പോലെയാ പോകുന്നത്. 1 2 3 4 5 നെക്സ്റ്റ് റോഡ് വെക്കാനായിട്ട് ലാസ്റ്റ് 10
ഓക്കെ, നമുക്കിത് കൗണ്ട് ചെയ്യിക്കാം. നമ്മൾ ഈ ഒരു 1 എന്ന് പറയുന്ന ക്യൂബ് ഉപയോഗിച്ച് കൗണ്ടിങ് നോക്കാം. 1 2 3 4 5 6 7 8 9 10. നമുക്ക് കുട്ടികൾക്ക് എങ്ങനെ വേണമെങ്കിലും കൗണ്ട് ചെയ്യാം കേട്ടോ. നമുക്ക് അതായത് എങ്ങനെ വേണമെങ്കിലും കൗണ്ട് ചെയ്യാം. നമുക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും അറേഞ്ച് ചെയ്യാം. അതോ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നുണ്ടോ? ഓക്കെ ആണോ? ഓക്കെ, സ്റ്റെയർ പോലെ തോന്നുന്നുണ്ട് അല്ലേ? അല്ല കേട്ടോ, ഇത് 1 പാർട്സ് ആണ് വെക്കേണ്ടത്. ഞാനിവിടെ പേപ്പർ 2 then 3 4 5 3. ഇഷ്ടമുള്ള കളർ ഫസ്റ്റ്. ഇല്ലടാ, അത് റെഡ് ആണ് വരുന്നത്. റെഡ് ആണ്, കാരണം റെഡ് എന്ന് പറയാനാണ് 1 ഡോട്ട്. 7 8 9 10. ജസ്റ്റ് ഒന്ന് അറേഞ്ച് ചെയ്ത് കാണിച്ചാണ്. ശരിക്കും അവിടെ ഒരു ചെറിയ കാർഡാണ്. ആ കാർഡ് ഇല്ലാത്തതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ നമ്പർ റോഡ്സും കാർഡ്സും നല്ല രസമാണ് കാണാനായിട്ട്. ഇഷ്ടമായ എല്ലാവർക്കും മെറ്റീരിയൽ? കുട്ടികൾ ശരിക്കില്ലേ, ഞാൻ കഴിഞ്ഞ ബാച്ചില് MP4 ഒരു കുട്ടി ആള് ഈ നമ്പർ റോഡ്സ് സ്വന്തമായിട്ട് ബിൽഡ് ചെയ്തു. ചില കാർഡ് എന്തോ ബോക്സ് ഒക്കെ വെച്ച് തന്നെ ബിൽഡ് ചെയ്തത്. അതാൾക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് നമ്പർ കാർഡ്സ് ചെയ്തു എന്ന് പറഞ്ഞു. എനിക്ക് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. ഭയങ്കര നല്ല രസമായിട്ട് തോന്നി കുട്ടികൾ. അത് ചോദിച്ചു, മോന് ഇൻട്രസ്റ്റഡ് ആയിട്ട് ചെയ്താണെന്ന് ചോദിച്ചപ്പോ ഇല്ല മിസ്സേ, ഞാൻ മോൾക്ക് വേണ്ടി ചെയ്തതാന്ന് പറഞ്ഞു. ഓക്കെ, കൗണ്ടിങ് ഈസ് ദ ബേസിക് ഓഫ് അൽത്തമാറ്റിക്. നമുക്കറിയാം മാത്സിന്റെ ബേസ് എന്താണ്? മാത്സ് ആണ്. ഓക്കെ, മാത്സിന്റെ ബേസ് കൗണ്ടിങ് ആണ്. എവറി ഫീൽഡ് നീഡ്സ് മാത്തമാറ്റിക്സ്. എല്ലാ ഫീൽഡിലും മാത്സ് ഉണ്ട്. സയൻസിലായാലും കൊമേഴ്സിലായാലും ഈച്ച് ആൻഡ് എവറി ഫീൽഡിൽ എന്തുണ്ട്? മാത്സ് ഉണ്ട്. What do count is first steps and concept of unit. കുട്ടികളിൽ കൗണ്ടിങ്ങും ആ കൺസെപ്റ്റും പഠിപ്പിക്കണം. ഓക്കെ, 1 1 2 ആ ഒരു കൺസെപ്റ്റ് ആണ് അവർ മനസ്സിലാക്കുന്നത്. 2 ഉള്ള കൺസെപ്റ്റ് സാധാരണ കുട്ടികൾ കൗണ്ട് ചെയ്യും. 1 2 3 4 5 6 7 8 9 സാധാരണ കൗണ്ട് ചെയ്യും. അതല്ല, കൺസെപ്റ്റ് വരെ പഠിക്കുകയാണ്. 1 1 2 1 2 3 ആ ഡിഫറൻസ് മനസ്സിലാവുന്നുണ്ട്. ഒരു റെഡ് ബ്ലൂ റെഡ് ബ്ലൂ റെഡ്, ആ ഒരു ഡിഫറൻസ് അവർ മനസ്സിലാക്കാണ്. It starts with the one small red rod which indicates the number 1. ഈ ഒരു സിംഗിൾ ആയിട്ടുള്ള 1 റോഡ് എന്താണ് മീൻ ചെയ്യുന്നത്? അവിടെ 1 എന്നുള്ള മീനിങ് ആണ് അവിടെ വരുന്നത്. ആഫ്റ്റർ ദ 1 റോഡ് ഇറ്റ് വിത്ത് ദ റെഡ് ആൻഡ് ബ്ലൂ ഇൻഡിക്കേറ്റ്സ് 2. അപ്പൊ അടുത്ത റെഡും ബ്ലൂവും ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എന്താണ്? 2 എന്ന മീനിങ് ആണ്. ഇറ്റ് ലൈക്ക് വൈസ് ഗോസ് ഓൺ. പിന്നെ 3 4 5 6 അങ്ങനെ അത് അനുസരിച്ചത് കൂടാതെ. All the red parts indicate odd numbers and the blue part indicates even numbers. വേറൊരു കാര്യം കൂടി പഠിപ്പിക്കുന്നുണ്ട്. അവിടെ റെഡ് പാർട്ട് എന്ന് പറയുമ്പോൾ അവിടെ എന്താണ്? ഓഡ് നമ്പേഴ്സും ഈവൻ നമ്പേഴ്സും ആണ് അവിടെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. സോറി, ഞാൻ വച്ചിരിക്കുന്നതിൽ മിസ്റ്റേക്ക് ഉണ്ട്. ഞാൻ അടുത്ത അസെൻഡിങ് ഓർഡർ വെച്ചതിൽ മിസ്റ്റേക്ക് ഉണ്ട്. 1 ഇത് ഓഡാണ്, ബ്ലൂ ഈവൺ ആണ്. 1 മിനിറ്റ്, ഓഡ് നമ്പേഴ്സ്. ഓഡ് നമ്പർ അല്ല ഇത് ഓഡ് ഇവൺ നമ്പർ ആണ്. ഇത് ഓഡ് നമ്പർ ആണ്. ഇത് ഇവൺ നമ്പർ ആണ്. ഇത് ഓഡ് നമ്പർ ആണ്. ദെൻ മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട്, സോറി. ഇത് ഇവൺ നമ്പർ ആണ്, ഓഡ് നമ്പർ ആണ്. അത് മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട്. ഇത് ഇവൺ നമ്പർ ആണ്. അപ്പൊ ഈ ബ്ലൂ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എന്താണ്? ഈവൺ നമ്പറിനെയും റെഡ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എന്തിനെയാണ്? ഓഡ് നമ്പറിനെയും ആണ്. നിങ്ങൾ കാണുന്നുണ്ടോ? ഡിഫറൻസ് മനസ്സിലാവുന്നുണ്ടോ? കറക്റ്റ് ആയിട്ട് കാണാൻ പറ്റുന്നുണ്ടല്ലോ ക്യാമറയില്? ഓക്കെ, ശരിക്കും മനസ്സിലാവുന്നില്ലത്?
റെഡ് എന്ന് പറയുന്നത് എല്ലാം ഈവൻ നമ്പേഴ്സ് ആണ്. ഓഡ് നമ്പേഴ്സ് ആണ്. 1, 3, 5, 7, 9. ബ്ലൂ നോക്കിയിട്ടുണ്ടോ? ബ്ലൂ 2, 4, 6, 8, 10. അതെന്താണ്? ഈവൻ നമ്പേഴ്സ് ആണ്. സെറ്റ്. ഓക്കെ. These are available in two sets, that's large size and small size. രണ്ട് സൈസിലൊക്കെ അത് അവൈലബിൾ ആണ്. എന്റെ കയ്യിൽ ഇരിക്കുന്നത് സ്മോൾ സൈസ് ആണ്. കാരണം നമുക്ക് ചെറിയ സൈസ് ആണ് നിങ്ങൾക്കത് നമ്മളെ ക്യാമറയിൽ കറക്റ്റ് ആയിട്ട് ചെയ്ത് കാണിക്കാനായിട്ട് പറ്റുന്നത്. ഈ നമ്പർ കാർഡ്സ് അട്രാക്റ്റീവ് ആണോ? ഇപ്പൊ കാണാൻ നല്ല ഭംഗിയുണ്ടല്ലേ? കാണുന്നത് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. ഓക്കെ. കോമ്പിനേഷൻ ഓഫ് റെഡ് ആൻഡ് ബ്ലൂ ആണ്. പിന്നെ നോൺ ആസ് നമുക്ക് റെഡും ബ്ലൂയിലും മാത്രമാണോ ചെയ്യാൻ പറ്റുക? വേറെ കളറിൽ ചെയ്യാൻ പറ്റില്ലേ? നമ്മുടെ മെറ്റീരിയൽസിന്റെ ചില കാര്യങ്ങൾക്ക് അതിൻ്റെതായിട്ട് ബേസിക് കളർ സ്കീം ഉണ്ട്. അപ്പൊ ഇത് റെഡ് ആൻഡ് ബ്ലൂയിലാണ് നമ്പർ കാർഡ്സ് ഉള്ളത്. മോണ്ടിസോറി മെത്തേഡില് ഇങ്ങനെ റെഡ് ആൻഡ് ബ്ലൂ ആണോ യൂസ് ചെയ്യണത്? റെഡ് ആൻഡ് ബ്ലൂ ആണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ. ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് റെഡ് ആൻഡ് ബ്ലൂ റോഡ്സ്. ഇതിന് വേറൊരു പേരും കൂടി ഉണ്ട്. അത് റെഡ് ആൻഡ് ബ്ലൂ റോഡ്സ് എന്നാണ്. കൺസെപ്റ്റ് ഓഫ് ഓഡ് ആൻഡ് ഇവൻ നമ്പേഴ്സ്. ഞാൻ പറഞ്ഞില്ലേ, ഓഡ് ആൻഡ് ഇവൻ നമ്പേഴ്സ് നമുക്ക് കുട്ടികളെ പഠിപ്പിക്കാൻ പറ്റും. ലേണിംഗ് ആൻഡ് കൗണ്ടിങ് പഠിപ്പിക്കാൻ പറ്റില്ലേ? 1, 2, 1, 2, 3 ആ കൗണ്ടിങ് കാര്യങ്ങൾ ലേൺ ചെയ്യാം. അസെൻഡിങ് ഓർഡർ ആൻഡ് ഡിസെൻഡിങ് ഓർഡർ പഠിപ്പിക്കാം. കളർ സെൻസ്, അഡീഷൻ കപ്പാസിറ്റി. ഓക്കെ. ഇത് അഡീഷന് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. ഓക്കെ. ജസ്റ്റ് ഞാനൊരു അഡീഷൻ കാണിച്ചു തരാം. ജസ്റ്റ് ഒരു മെത്തേഡ് ആണ്. 1 + 2 പ്ലസിന്റെ ചിഹ്നം കേട്ടോ. ആഡ് ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല. പ്ലസിന് ചിഹ്നമില്ല. സോറി. ഇതിപ്പോ 1 ഇവിടെ നടുക്ക് നമ്മളൊരു പ്ലസിന്റെ ചിഹ്നം കൊടുക്കുകയാണെങ്കിൽ 1, 2, 3. അപ്പൊ നമ്മൾ ഏത് റോഡ് ഈക്വൽ കൊടുക്കും? ഈ ഒരു റോഡ് ഈക്വൽ ആയിട്ട് വെച്ച് കൊടുക്കും. അപ്പൊ 1, 2, 3. അതിനകത്ത് നമ്മൾ കൗണ്ട് ചെയ്യും. നെക്സ്റ്റ് ക്ലാസ്സിൽ ഞാൻ കാണിച്ചു തരാം കേട്ടോ. എങ്ങനെ അഡീഷൻ ചെയ്യാന്നുള്ളത്, നമ്പർ റോഡ്സ് യൂസ് ചെയ്ത് അഡീഷൻ എങ്ങനെ ചെയ്യുന്നുള്ളത് ഞാൻ പഠിപ്പിച്ചു തരാം നെക്സ്റ്റ് ക്ലാസ്സിൽ. ഞാൻ ആഡിന്റെയും ലെസ്സിന്റെയും ഈക്വൽസും എടുത്തിട്ടില്ല. ഇനി അണ്ടർസ്റ്റാൻഡിങ് അസെൻഡിങ് ആൻഡ് ഡിസെൻഡിങ് ഓർഡർ, കളർ സെൻസ് പഠിപ്പിക്കാൻ പറ്റും. സ്റ്റഡിങ് ദ കൺസെപ്റ്റ് വെർട്ടിക്കൽ ആൻഡ് ഹൊറിസോണ്ടൽ കൺസെപ്റ്റ് നമുക്ക് കുട്ടികളിൽ പഠിപ്പിക്കാനായിട്ട് പറ്റും. ഹൊറിസോണ്ടൽ അതുപോലെ വെർട്ടിക്കൽ എന്നുള്ള രീതിയിലുള്ള കൺസെപ്റ്റുകൾ നമുക്ക് കുട്ടികളിൽ പഠിപ്പിക്കാനായിട്ട് പറ്റും. ഓക്കെ അല്ലേ? അപ്പോ ഞാൻ ഇന്ന് എന്തൊക്കെ മെറ്റീരിയൽസ് ആണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്? ബീഡ്സ് പിരമിഡ്, ബീഡ്സ് സ്റ്റെയർ, സ്പിൻഡിൽ ബോക്സ്, ഷേപ്സ്, നമ്പർ ബോക്സ്, നമ്പർ റോഡ്സ് ആൻഡ് നമ്പർ കാർഡ്. ഇത്രയും മെറ്റീരിയൽസ് ഇന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തു. നല്ല രീതിയിൽ നിങ്ങൾക്ക് നോക്കാം. ഇപ്പൊ ഓർമ്മയുണ്ടാവും എല്ലാവർക്കും ഈ മെറ്റീരിയൽസിനെ കുറിച്ചിട്ട്. നന്നായിട്ട് നോക്കാം കേട്ടോ. മെറ്റീരിയൽസ് കിട്ടും. വീണ്ടും നാളെ എക്സാം ആണല്ലോ മിസ്സേ. ഓക്കെ. എക്സാമിന് എന്തെങ്കിലും റിക്വസ്റ്റ് ഉണ്ടോ? പിന്നെ എന്തെങ്കിലും ഇമ്പോർട്ടന്റ് ലെസൺ ഏതെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞാൽ പഠിക്കാൻ. ഇമ്പോർട്ടന്റ് ലെസൺ എന്ന് പറയുമ്പോൾ എന്റെ ചാപ്റ്റർ എന്നുള്ള നോർമലൈസേഷൻ ആൻഡ് റിലേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. സൊസൈറ്റി ഓഫ് കൊഹീഷനേക്കാളും കൂടുതൽ മൂവ്മെന്റ്സിനും നോർമലൈസേഷൻ ആൻഡ് ഡിവിയേഷനും ഇമ്പോർട്ടൻസ് കൊടുക്കുക. സൊസൈറ്റി ഓഫ് കൊഹീഷൻ ക്വസ്റ്റ്യൻസ് ഇല്ല എന്നല്ല, കൂടുതൽ ഇമ്പോർട്ടൻസ് നോർമലൈസേഷൻ ആൻഡ് ഡിവിയേഷൻ ആണ്. ദെൻ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ഒരു ചാപ്റ്റർ കമ്മ്യൂണിക്കേഷൻ ആണ്. അത് നന്നായിട്ട് നോക്കാം. മാക്സിമം ക്വസ്റ്റ്യൻസ് നമ്മൾ മോക്ക് ടെസ്റ്റ് ചെയ്തതാണ്. അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിരിക്കും എക്സാമിന് വരുന്നത്. ഓക്കെ. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിരിക്കും എക്സാമിന് വരുന്നത്. നിങ്ങളത് ഓൾറെഡി ചിലപ്പോൾ ചെയ്തിട്ടുണ്ടാവും. ഇനി എന്തെങ്കിലും മിസ്റ്റേക്കോ ഡൗട്ടോ ക്ലാരിഫിക്കേഷനോ ഉണ്ടെങ്കിൽ അത് ടീച്ചേഴ്സിനോട്, കൺസേൺഡ് ആയിട്ടുള്ള ടീച്ചേഴ്സിനോട് ചോദിച്ച് ഉറപ്പ് വരുത്താം. അത് മിസ്റ്റേക്ക് ആണോ? ക്വസ്റ്റ്യൻ ഒക്കെ ചിലപ്പോൾ റീഡ് ചെയ്യുമ്പോൾ മേ ബി അത് തെറ്റാണെന്നോ മിസ്റ്റേക്ക് ആണെന്നൊക്കെ തോന്നാനുള്ള ചാൻസ് ഉണ്ട്. പെട്ടെന്ന് നിങ്ങളൊരു തീരുമാനത്തിലേക്ക് എത്തണ്ട ആ ക്വസ്റ്റ്യൻ മിസ്റ്റേക്ക് ആണെന്നുള്ളത്. എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ കൺസേൺ ടീച്ചേഴ്സിനോട് ഒന്ന് ഇൻഫോം ചെയ്യാം. എന്നിട്ട് നമുക്കത് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നമുക്ക് ക്ലാരിഫൈ ചെയ്യാം, കറക്റ്റ് ചെയ്യാം. ഇത് പേടിക്കൊന്നും വേണ്ട. മോഡൽ എക്സാം ആണ്. ടെൻഷൻ ഒന്നും എടുക്കേണ്ട. ഇതൊരു എക്സ്പീരിയൻസിന് വേണ്ടിയിട്ടാണ്. ഞങ്ങൾക്ക് സെൽഫ് കൺസ്ട്രക്ഷനും പിന്നെ മോണ്ടിസോറി പ്രിപ്പയർഡ് എൻവയോൺമെന്റും പിന്നെ ഏതാ
മോണ്ടിസോറി ടേംസ് നിന്ന് മോക്ക് ടെസ്റ്റ് വന്നിട്ടില്ല. ഞാനത് ഇൻഫോം ചെയ്യാട്ടാ. അങ്ങനെ ഇവിടെ ഉണ്ടെങ്കിൽ ഞാൻ ഇൻഫോം ചെയ്യാവേ. ഓക്കെ, അങ്ങനെ ഇൻഫോം ചെയ്യാം. ഞാൻ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം കേട്ടോ. നാളത്തെ ക്ലാസ്സിൽ ആതിര മിസ് കയറുമോ അല്ലേ? ഒരു മിനിറ്റ്, ഞാൻ റെക്കോർഡ് ഓഫ് ചെയ്യട്ടെ.